നിലവിൽ നമ്മളുടെ ലോഡ് ഫുള്ള് കയറ്റി കഴിഞ്ഞു. പായ അങ്ങോട്ട് ഇട്ടു. തിരുവാതിരക്കളി കളിക്കണതല്ല കേട്ടോ അവൻ. അങ്ങനെ ഒരു കൂറ്റൻ ലോഡുമായി നമ്മുടെ വണ്ടി കയറി വരികയാണ് കേട്ടാ. ഇങ്ങനെയുള്ള സ്ഥലം എയർ കമ്മി. ഇത് നമ്മുടെ എയറിന്റെ കുറ്റിന്ന് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് അപ്പൊ ഇങ്ങനെ പുറത്തേക്കടെ തള്ളി വരണം. ശരിക്കും തോക്ക് പോലെ കേട്ടോ. സർവത്തിന്റെ കളറാണ്. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നിൽക്കുന്നത് നമ്മൾ തേനിയിലാണ് കേട്ടോ. അപ്പോൾ തേനിയിൽ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വന്നതാണ്. നമുക്ക് ലോഡ് ഇന്നലെ ഇറക്കി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ ഇവിടെ പോസ്റ്റായി. ദേ ആ കടയിലേക്കാണ് നമ്മൾ ലോഡ് കൊണ്ടുവന്നത്. ദേ അവിടെ ഒരു കട കാണുന്നുണ്ടോ? ദേണ്ട കാണുന്ന കടയിലേക്ക്. പക്ഷേ അവിടെ നമ്മൾ 3 മണിക്കെങ്കിലും എത്തേണ്ടതായിരുന്നു. അപ്പോൾ എത്താൻ പറ്റിയില്ല. എത്താൻ നേരം വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇന്നലെ ഒതുക്കി നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയിട്ടോ. നമ്മൾ എന്താ പറയുക, റണ്ണിങ്ങിൽ ഫുഡ് പോലും കഴിക്കാണ്ട് വന്നത് യൂണിയൻകാർ പോണേക്കാളും മുന്നേ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവിടുത്തെ യൂണിയൻകാരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ 3 മണി വരെ മാത്രമാണ് കയറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്നത് രാവിലെ 5 മണി 5:30 ആയപ്പോഴേക്കും ഇന്ന് അവർ വന്നു കേട്ടോ. അപ്പോൾ അവർ 5:30 വന്ന് നേരെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണോടത്ത് വന്ന് തട്ടി വിളിച്ചു ഇറക്കാൻ വേണ്ടി ഇങ്ങടേക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ ഇറക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം അജീഷ് വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകി അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയി കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. രാവിലെ തന്നെ ഇവിടെ 5:30 ആകുമ്പോഴേക്കും ഇറക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ തിക്കുള്ളത് കൊണ്ട് ഇവിടെ കണ്ട് ഭയങ്കര തിക്ക്. അത് ഇന്നലെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടി ലിപ്പ് അറിയാൻ ചാൻസ് ഉണ്ടെന്നാവും പറയണം. ലിപ്പല്ല, നമ്മുടെ സ്കേർട്ട് അറിയാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് അവൻ പറയണത്. അപ്പോൾ എന്തായാലും യൂണിയൻകാർ ഇത്ര നേരത്തെ വരും എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും അവർ നേരത്തെ വന്നു. സംഭവം 5:30 ആയിട്ടുള്ള സമയം. ഇഷ്ടം പോലെ കേപ്പടാ. ഇവിടെ ബമ്പർ തട്ടെന്ന് വിചാരിച്ചു. പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇത്ര വലിയ ഗ്യാപ്പായിരുന്നു. ഒരു പ്രശ്നമാണ് കേട്ടോ. കണ്ടോ അതെ, അടിയിൽ ഇറക്കം കൂടുതലായ കാരണം ചിലപ്പോ സൈഡ് കണത്തിന് പോയേ. അജീഷ് രാവിലെ തന്നെ വെള്ളവും അതേപോലെ തന്നെ ഓയിലൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ. അതേപോലെ അവൻ ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകിയിടാൻ. ഇവിടെ പൈപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കഴുകിയിടുകയാണ്. ഇന്നലെ ഞാൻ കഴുകിയായിരുന്നു ഫ്രണ്ടൊക്കെ. അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ കണ്ടു അവിടെ ഇവിടെയൊക്കെ ചെറിയ പുള്ളിക്കുത്തും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ ഒരു ഇതാവില്ല. ഇനിയിപ്പോൾ എനിക്കായാലും കുളിച്ച് ഡ്രസ്സ് മാറണം കേട്ടോ. വണ്ടീനെ കുളിപ്പിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടില്ല. അനീഷ് വെള്ളം ഒഴിക്കുമ്പോൾ ചില്ലില്ലായിരുന്നെങ്കിൽ ഞാനും കൂടി കുളിച്ചേനെ. ഞാൻ ഇന്നലെ ഇതിൽ കയറി നിന്നിട്ട് തന്നെയാണ് കഴുകിയത്. സംഭവം ഞാൻ കഴുകിയില്ല കേട്ടോ. ഞാൻ വെള്ളം വെച്ച് തുടച്ചുള്ളൂ. അതിന് ഷാമ്പു ഇട്ടിട്ട് എന്തായാലും ഫുള്ള് ഗ്ലാസും കഴുകുന്നുണ്ട് കേട്ടോ. അതാവുമ്പോഴേ ഈ ചെറിയ മറ്റേ എന്താ പറയുക അഴുക്കുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇട്ട് കഴുകുമ്പോൾ നന്നായിട്ട് പോകും. പക്ഷേ ഷാമ്പു ഇട്ട് കഴുകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൈയോടെ നല്ല വെള്ളം നന്നായിട്ട് വെള്ളവും കൂടി വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തവിട് പിടിയാവും. കൈയോടെ വെള്ളം ഒഴിച്ച് വിടുകയും വേണം. കൈയോടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കറ പിടിച്ച പോലെയാവും ഗ്ലാസ് പിടി. അത് നല്ല വെള്ളം വേണം കേട്ടോ. കുഴൽക്കിണറ്റിലെ വെള്ളം കൊണ്ടാണ് നമ്മൾ കഴുകണം. അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാടൊക്കെ വന്നിട്ടുള്ള വെള്ളം കൊണ്ടാണ് കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി അപ്പോൾ തന്നെ ഗ്ലാസ്സുകളൊക്കെ തുടങ്ങണം. അല്ലെങ്കിൽ പുള്ളിക്കുത്ത് വരും. പുള്ളിക്കുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും പിന്നെ പോവില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത് ഗ്ലാസ്സുകൾ കഴുകി കഴിഞ്ഞാൽ എത്ര വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ ഏറ്റവും സമയം തുടയ്ക്കണം എന്നുള്ളത്. അതെ, സംഭവം കലക്കിയിട്ടാ മൊത്തം കഴുകിയിട്ടൂല്ലേ. ഹാപ്പി. എനിക്കും സന്തോഷമായി. ഞാൻ ഇനിയിപ്പോൾ ഈ വഴിയിൽ നിർത്തിയിട്ട് എങ്ങനെയാണ് കഴുകാന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുമായിരുന്നു.
ഫുള്ള് വെള്ളമൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് അജീഷ് ഇങ്ങനെ കഴുകാറില്ല എന്നുണ്ടല്ലേ? ആ വണ്ടി കണ്ടു. അല്ല, സാധാരണ മറ്റേ വണ്ടിയൊക്കെ ആകുമ്പോൾ കഴുകുമോ? അങ്ങനെ ഞാനും വിചാരിച്ചു ആ വണ്ടിയൊക്കെ നീ കഴുകാറുണ്ടോ എന്ന്. നിലവിൽ അപ്പോൾ ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് ഇറക്കുന്നത്. ഇവിടെ നമ്മുടെ യൂണിയൻകാരാണ് കേട്ടോ ഇവിടെയൊക്കെ ഇറക്കുന്നത്. ഈ യൂണിയൻകാർ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ സൈഡ് തുറക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഇവർക്ക് ഇറക്കാനായിട്ട് സൈഡിൽ കൂടെ. പിന്നെ പകുതി ലോഡ് ഇവിടെ മാത്രമല്ല ലോഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. ഈ സൈഡിൽ കൂടെ തുറന്ന് അങ്ങനെ മെല്ലെ അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റി. കഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5:30 വന്നാൽ ഇപ്പോൾ സംഭവം 9:15 എന്നിട്ട് ഇറക്കി തീർന്നിട്ടില്ല. 2 പേരാട്ടോ വന്നത്. 2 പേര് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരില്ല. എത്ര 7,000 ഓടില്ല. 7,000 ഓട് 2 പേര് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ടൈം എടുക്കില്ല. ഇപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഈ നമ്മളാ വന്നിട്ടുള്ള കടയിലത്തെ ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഗ്രാനൈറ്റൊക്കെ എന്താ വില എന്നുള്ളത് അറിയില്ല. ഇവിടെയൊക്കെ പൊതുവെ വില കുറവായിരിക്കും. ഇനി ഇവിടെ ഒരു ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മോണിക്കട പോകും. ഇന്നലെ ഞങ്ങൾ പൊടി നന്നായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോയപ്പോൾ തിന്നിട്ടുണ്ട്. അയ്യോ പറയണ്ട. ഇനി നമ്മളെവിടം വരെ പോകേണ്ട വരും ഇവിടെ ചായ കുടിക്കാനായിട്ട്? ആ ജംഗ്ഷനിൽ പോകേണ്ടി വരും അല്ലേ? അല്ല, ദീ ഇവിടെ ഒരു കടയുണ്ടല്ലോ, നോക്കി നോക്കാം. ഇതില്ല. ഈ സംഭവം ഇറക്കണതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഫുഡൊന്നും കുഴപ്പമില്ല. ചായയും കുടിച്ചു ഇറങ്ങി. ഇവൻ പൊങ്കൽ കഴിച്ചു. എൻ്റെ ദോശ അടിപൊളിയായിരുന്നു. അടിപൊളി ദോശ. കടകളിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ വണ്ടിയിലൊക്കെ വരുന്ന സമയത്ത് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഹോട്ടലിലൊന്നും കയറരുത്. സാധാ ടൈപ്പ് പുറത്തുണ്ടാക്കുന്ന സ്ഥലം വേണമെന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഹോട്ടൽ വേണമെന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കുളിച്ചതേ അഡീഷണൽ അവൻ്റെ മുണ്ടൊക്കെ മാറ്റി. അവരോട് ഞാൻ പറഞ്ഞു ടൂറിസ്റ്റ് വണ്ടി ഓടിക്കാൻ വരുന്നവരുടെ ഡ്രസ്സ് പോലത്തെ ഡ്രസ് കോഡ് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ പാൻറ്റ് സെറ്റാക്കി. ഞാനും അതുപോലെ തന്നെ അത് രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി അടിപൊളിയായിട്ടാണ്. ഈ പറഞ്ഞിട്ടുള്ള കടയിൽ നമ്മൾ ഇറക്കണേന്ന് പറഞ്ഞില്ലേ, ഇവരുടെ ബാക്കിൽ ബാത്റൂം സൗകര്യവും അതുപോലെ കുളിക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇന്നലെ വന്നപ്പോൾ തന്നെ എന്തൊക്കെ തന്നു, മൂരുമ്പെള്ളം തന്നു, അതുപോലെ ചായ തന്നു. നല്ലൊരു കടക്കാർ കേട്ടോ. സാധാരണ ഇങ്ങനെയൊന്നും നമ്മൾ ഡ്രൈവർമാരെയൊക്കെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ എന്നിട്ട് വീണ്ടും എന്താ പറയുക, ആൾ ഒരു ചായക്കിന് തന്നു, മൂരുമ്പെള്ളം വീണ്ടും കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം. ഇനി കൂടുതൽ വർത്താനം പറയുന്നില്ല കേസ്. വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് നീ അല്ലേ വണ്ടി പോകണം? ഞാൻ വണ്ടി അടുത്തേക്കല്ല പോകണം. ഞാൻ പോകണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു രക്ഷയില്ല. ടവറിൽ എൻ്റെ അടുത്തേക്ക് പോയാലേ പറ്റുള്ളൂ. അത് തന്നെ 8-10 GB വരുന്നുണ്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ഒരു ഇത് റീചാർജ് ചെയ്തു, അത് കഴിഞ്ഞു. അപ്പോൾ 12 GB കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നൊരു 12 GB റീചാർജ് ചെയ്തിട്ട് അവിടെ ഒരു ടവറുണ്ട് അങ്ങനെ ലാസ്റ്റ് 1 കിലോമീറ്റർ നടക്കണം കേട്ടോ ആ ടവറിൻ്റെ അവിടേക്ക്. എന്നാലും കുഴപ്പമില്ല, അവിടെ പോയി കഴിഞ്ഞാലാണ് വീഡിയോ അപ്ലോഡ് ആവുള്ളൂ. അവിടെ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ 1 കിലോമീറ്റർ ഉണ്ട്. അവിടെ വരെ നടന്നിട്ട് തിരിച്ച് നടക്കണം. നീ വരില്ല, ഞാൻ പൊക്കോളാം. ഞാൻ പോയിട്ട് വീഡിയോ കയറ്റിയിട്ട് വരാം, എന്നാലേ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ ഗൈസ്. ഈ പൊടിയത്തെ അങ്ങേറ്റം വരെ നടക്കാമെന്ന് പറഞ്ഞ് എളുപ്പമുള്ള കേസല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 5 രൂപയല്ലേ ബസ്സിനുള്ളൂ. അപ്പോൾ ഒരു ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് തിരിച്ച് കയറി പോരാ, അതാണ് നല്ലത്. അവിടെ ഇവിടെയും ബസ് നിർത്തും. ബസ്സാണെങ്കിൽ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അത് ബസ് സ്റ്റോപ്പാ. അപ്പോൾ അവിടെ തന്നെ നിർത്തി അവിടെ തന്നെ നിന്ന് കയറി പോവാം. ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. ഇത് കളർ വ്യത്യാസമുള്ള പച്ച ബസ്സാണ്. അതിന് പൈസ കൂടുമെന്നുള്ളത് അറിയില്ല, നോക്കിയോട്ടെ. പഴയ കാലത്ത് പറയുന്ന പോലത്തെ കേസായി. നടക്കാന്ന് വെച്ചാൽ വേണ്ടായി. എനിക്ക് ഇറങ്ങേണ്ടത് അവിടെയായിരുന്നു. ബസ്സിന് അവിടെ സ്റ്റോപ്പ് ഉണ്ടായില്ല. പിന്നെ ഇവിടെ കൊണ്ടു ഇറക്കി. അതിൻ്റെ അത് എനിക്ക് അവിടെ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ഇപ്പം തിരിച്ച് ആ ടവറിൻ്റെ അവിടം വരെ നടക്കണം. ഇതിൻ്റെ ബസ് വരുന്നുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് ഈ ബസ് നിർത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ബസ് പോട്ടെ. അടുത്ത ബസ് കയറിയിട്ട് നേരെ വീണ്ടും നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ. ഇവിടെ വീഡിയോ ഫുള്ള് കയറിയില്ല. അപ്പോഴേക്കും അജീഷ് വിളിച്ചായിരുന്നു അവിടെ ഇറക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. വീഡിയോ കയറുമ്പോൾ കയറ്റല്ല, നമുക്ക് എന്തൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവിടേക്ക് വരുന്ന ബസ്സിൽ കയറി പോവാം. ഇത് കണ്ടോ, ഈ കാണുന്ന ടവറായിരുന്നു നമ്മുടെ ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ കയറ്റുന്നത്. കണ്ടപ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടാണ് വന്നത്. പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ 10 രൂപ തന്നെയാണ്. നമ്മുടെ അവിടെ 12 കണ്ടല്ലേ, ഇവിടെ 10. അപ്പോൾ ഇതേ തൊട്ടടുത്തേക്ക് എത്തി. ഇനി വേഗം അടുത്ത ഇവിടെ തന്നെ തൊട്ടടുത്തേ ഒരു ബ്രോക്കർ ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലമാകുമ്പോൾ ചിലപ്പോൾ ഇവിടെ തന്നെ വല്ല ലോഡ് ആവണമെങ്കിൽ ഇത്ര റേറ്റ് പറഞ്ഞാലും കാലി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ നേരെ വിടാം നമുക്ക്. നമ്മുടെ കേരള വണ്ടി ഇതേ കോട്ടയം വണ്ടി പോകുന്നുണ്ടോ? കോട്ടയം എവിടെയത്? ചങ്ങനാശ്ശേരി. അത് ഈ റൂട്ടിൽ കൂടെ ഇറങ്ങി പോകൂലേ? നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ഒരു സംതൃപ്തി അല്ലേ? അടിപൊളി. കുറേ തമിഴ്നാട് വണ്ടികളുടെ ഇടയിൽ നമ്മളൊരു കളർ ചേഞ്ചുള്ള വണ്ടി. അത് എപ്പോഴും നമ്മളുടെ നാട്ടിലെ വണ്ടിയോ നമ്മളുടെ മറ്റുള്ള കടയോ ഇപ്പം എന്താ പറയുക, നമ്മുടെ
ജോയ് ആലിബാസിൽ കാണുമ്പോൾ മനസ്സിന് സംതൃപ്തി എന്ന് പറഞ്ഞ പോലെ അതൊരു സന്തോഷമുള്ള കേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൈസ മേടിക്കാൻ വേണ്ടി നിൽക്കുക, പൈസ കിട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഓണർ വന്നിട്ടില്ല. അപ്പോൾ ഓണർ വെയിറ്റ് ചെയ്തിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു. ഓണർ അരമണിക്കൂർ വരുമ്പോൾ ശരിക്കും ഈ ഗൂഗിൾ പേ സംവിധാനമൊക്കെ വന്നത് നമുക്ക് വളരെയധികം നന്നായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൈസ കൈ പിടിച്ച് തുറക്കണ്ട. അപ്പോൾ ഇവിടുന്ന് പൈസ കിട്ടാനുള്ളത് വാടക അതിന് നമ്മൾ എന്തായാലും ഡീസൽ അടിക്കണവർക്ക് അതിലൊക്കെ ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹം. അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മൾ പൈസ കൊണ്ട് നടക്കണമെങ്കിൽ വലിയ ദൂരമല്ല. എല്ലാ ചില്ലറ കാശ് 500 രൂപ മേടിച്ച് വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ നേരെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള ബ്രോക്കർ ഓഫീസ് ഉണ്ട് അല്ലേ, തേനിയിലത്തെ ബ്രോക്കർ ഓഫീസിൻ്റെ അവിടേക്കല്ലേ ഇപ്പോൾ നിലവിൽ നമ്മൾ പോണേ. അതെ, ഇവിടെ ഒരു 3-4 ബ്രോക്കർ ഓഫീസ് ഉണ്ട്. ആദ്യം നമ്മൾ ഇവിടുന്ന് ഓട്ടം കിട്ടുമോ എന്നുള്ളത് നോക്കുക. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലിമറ്റെന്ന് പറഞ്ഞാൽ കാലി നമ്മൾ കണ്ടമാനം ഓടേണ്ട വരും. അപ്പോൾ കാലി ഓടിയിട്ട് നമുക്ക് 10 രൂപ വാടക കൂടുതലാണെങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പം തന്നെ ഓട്ടം കിട്ടി 10 രൂപ കുറഞ്ഞാലും അതാണ് ലാഭം. അപ്പോൾ 4 ബ്രോക്കർ ഓഫീസുണ്ട്. ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഒരുവിധം തിരക്കില്ലാത്തൊരു വാടക കിട്ടും എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മളിപ്പോൾ ബ്രോക്കർ ഓഫീസിൻ്റെ അവിടേക്ക് പോകണം കേട്ടോ. ഇവിടുന്ന് വട്ടടിച്ച് മോളിക്കടെ കയറി പോകണം. ഇത് ടൗണിൻ്റെ പോകണം, അതിൽ കയറി പോകണം. അപ്പോൾ വന്നത് നമ്മൾ വന്ന വഴിക്ക് എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടൗണിൻ്റെ ഉള്ളിൽ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് വേറെ ഇടവഴി ഉണ്ടായിരുന്നു, അതിൽ കയറി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പുറത്തെ വഴിക്ക് വേറെ വഴിക്കിലാണ് കേട്ടോ, നേരെ പോവാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന സ്ഥലത്തിനോട് ഇന്നലെയും ഇന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് തേനി ടൗണിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ് നേരെ നീങ്ങാണ് കേട്ടോ. ഇനി ലോഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തേനി ടൗണിൽ നിന്ന് നേരെ മധുരയ്ക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അരമണിക്കൂറിനുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യും. വണ്ടി ഞങ്ങളൊരു ബ്രോക്കർ ഓഫീസിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട്, ഇവിടെ 2-3 ബ്രോക്കർ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ ബാക്കിയുള്ളത് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒതുക്കിയിട്ടുള്ളതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കർ ഓഫീസിൻ്റെ അടുത്ത് ചെന്ന് വിചാരിക്കുക. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ പറയും വണ്ടി കയറ്റി ഉള്ളിലിട്ട് നമുക്ക് ലോഡ് ശരിയാക്കി തരാമെന്ന് പറയും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ തൊട്ടപ്പുറത്തെ ആൾ ഓട്ടം റെഡി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് നമ്മൾ എടുത്തിട്ട് പോരുക പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാം അതേ വണ്ടി ഇവിടെ ഉണ്ട് എന്നാൽ അപ്പുറത്ത് ലോഡ് ഇറക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പൈസ പിടിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചോദിച്ചു ഏത് സ്ഥലത്താണ് നല്ല ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 2-3 ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് നടന്ന് നോക്കിയോട്ടെ. ഞങ്ങൾ ലോറി ഓഫീസിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവർ പല സ്ഥലത്തേക്കും ലോഡ് ഉണ്ട്, പരിപ്പ് തിരുവനന്തപുരത്തേക്ക് ഉണ്ട്, അതുപോലെ തന്നെ നെല്ല് അവിടേക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അജീഷ് വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്ത് ഇവരെ ഷെഡിൽ ഇവിടെ കൊണ്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മധുര വരെ കാലി ഓടാൻ നിൽക്കണ്ടല്ലോ, അജീഷ് വണ്ടി എടുത്ത് വന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തവൻ ആദ്യത്തെ ഒരു പ്രാവശ്യം അബദ്ധം പറ്റും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധുര റോഡിലേക്ക് ഇറക്കാൻ, അല്ലെങ്കിൽ മധുര റോഡിലേക്ക് നമുക്ക് പോകാണെങ്കിലുള്ള ബൈപ്പാസാണിത്. ഞങ്ങൾ അതിന് പകരമാണ് നേരെ ഇവിടേക്ക് പോയത്, നമ്മുടെ ടൗണിൻ്റെ ഉള്ളിൽ പോയത്. ഇനി എന്തായാലും വരുമ്പോൾ തെറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാം ഒരു പുതിയ അറിവാണ് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ലോറി ഓഫീസുകളുള്ള കാരണം അത് നിറച്ചും ലോറിക്കാരും വണ്ടികളൊക്കെ ഉള്ള കാരണം വിചാരിച്ചു പൈസയൊക്കെ ഭയങ്കര കുറവാകുന്നു ഫുഡിന്. എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞേ 200 രൂപ കണ്ട് ഹാഫ് ബിരിയാണിക്ക്. ആദ്യം റേറ്റാണ് കേട്ടോ. അവിടെ ഒരു കടയിലൊക്കെ പോയി, 2-3 കടയിലൊക്കെ പോയി ആദ്യം പൈസ. പിന്നെ സാധാരണ നമ്മുടെ ഇങ്ങനത്തെ തട്ടുകട പുറത്തുള്ള തട്ടുകടയിൽ അജീഷൊരു ഊണല്ല കഴിച്ചേ. ഊണ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതെ, ഞങ്ങൾ ഊണ് കഴിച്ച് വർത്താനം പറഞ്ഞിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല. ഊണ് കഴിച്ചു. ഞാനതുപോലെ ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു, സാധാ പൈസ. കാരണം നമ്മൾ തിരയണം, അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ 200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറി കഴിക്കാനൊന്നും പറ്റില്ല. വണ്ടി ഫീൽഡിൽ വരുമ്പോൾ ഡ്രൈവർമാരായാലും അവരൊക്കെ പൈസ നോക്കിയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ഇവിടെ എന്താ പറയുക 100 രൂപയുടെ കേസിന് 500 രൂപയുടെ ഫുഡും കഴിച്ച് വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല. അത് വിചാരിച്ച് നല്ല ഫുഡ് കഴിക്കേണ്ടെന്നല്ലാട്ടോ പറഞ്ഞത്. നല്ല ഫുഡായിട്ടല്ല, സാധാരണ സ്ഥലത്തും പൈസ കുറവിനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ എത്തിപ്പെടേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രം. തിരയാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും. ദൈവം നോക്കിയാൽ പോലീസ് ആശാനൊക്കെ നോക്കി ആൾക്കാരുടെ ജീവനിൽ ഒരു പേടിയില്ല, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. സാധാരണ ഗതിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഹെൽമെറ്റ് വെക്കാതെ ഏതെങ്കിലും പോലീസുകാർ വണ്ടി ഓടിച്ചു പോവോ? ഒരാൾ പോലും പോവില്ല. ആള് സിമ്പിളായിട്ടാണ് പോണത്. പോലീസുകാരനെ പോയിട്ട് നീ കണ്ടില്ലായിരുന്നോ? പിന്നെ നമ്മുടെ ഓട്ടത്തിൻ്റെ കാര്യം ശരിയായിട്ട് നമ്മൾ ഓട്ടം ഇവിടെ നിന്ന് 10 കുറവുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വൈകും ഓട്ടം കിട്ടാം. ഇന്ന് തന്നെ ഇപ്പോൾ ഉച്ചയായി സമയം. എന്നിട്ട് ഇപ്പോഴാണ് ഓട്ടം റെഡി ആയത്. അപ്പോൾ 22 ടണ്ണുള്ളൂ. 25 ടണ്ണെങ്കിലും വേണം ശരിക്കും മിനിമം വാടക ഇതാവണമെങ്കിൽ. പിന്നെ അത്യാവശ്യം വാടക കുഴപ്പമില്ലാത്ത വാടക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ട് നമുക്ക് പോകേണ്ടത് ചെങ്കോട്ട വഴി നേരെ ആര്യങ്കാവ് വഴി നേരെ കൊല്ലത്തേക്കാണ് പോകേണ്ടത്. ഒരു സ്ഥലത്ത് കൊല്ലം കരുനാഗപ്പള്ളി ആ റൂട്ടിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ റൂട്ടിലേക്ക് അങ്ങ് കെട്ടി കൂടെ.
അങ്ങനെ 2 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഈ വഴിക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഒരു 4 മണിക്ക് ആകുമ്പോഴേക്കും ലോഡ് കയറ്റുമെന്ന് പറഞ്ഞ് 4 മണി ആകുമ്പോഴേക്കും ലോഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മണി 7 മണിക്ക് ആകുമ്പോൾ ലോഡ് കയറ്റി കഴിയും. അപ്പോൾ രാത്രിയിൽ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ആ ഒരു 5-6 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉണ്ടാവും. 300 നമ്പർ നിന്നു. 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ മാക്സിമം. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും വേറെ ഉറങ്ങാനും നിന്നില്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും എത്താം. പിന്നെ ഡെലിവറി കൊടുക്കേണ്ട സമയം പറഞ്ഞിട്ടില്ല എപ്പോഴാണെന്നുള്ളത്. പിന്നെ അത് ഓട്ടം സംഭവം പിണ്ണാക്കും 2 സാധനങ്ങളുണ്ട്. അതായത് ഇത്ര ചാക്ക് പിണ്ണാക്കും, ഇത്ര ചാക്ക് മറ്റേ എന്താ പറയുക കേസ് എന്താണ് കോഴിത്തീറ്റ അല്ലേ, കോഴിത്തീറ്റ അതുമാണ് കേട്ടോ. അപ്പോൾ അത് 2 കയറ്റാനായിട്ട് ഇവിടെ ഒരു ബ്രോക്കർ ഓഫീസിൽ ഞാൻ നേരത്തെ വന്നില്ലേ, ആ ബ്രോക്കർ ഓഫീസിൽ അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ കയറ്റിൽ 5 മണിയാകുമ്പോഴാണ് കയറ്റി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മളോട് പറഞ്ഞു റെസ്റ്റ് എടുത്തോളാം. അപ്പോൾ വേണമെങ്കിൽ കിടന്നുറങ്ങാം. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാനില്ല, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് അവർ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ അവിടെ നിന്ന് വന്നപ്പോഴേ വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തണവില്ലാത്ത സാധനം ചോദിച്ചപ്പോൾ നമ്മളുടെ ഇവരുടെ തമിഴ് ഒരു സൂട്ടാവുള്ള കേസ് ഞാൻ ലൈം ജ്യൂസ് ചോദിച്ചു. ലൈം ജ്യൂസിൻ്റെ വേണമെങ്കിൽ സർവത്ത് തരാൻ അവരെന്നോട്. എന്നിട്ട് ചെയ്യേണ്ട ഒരു ഗതികേട്, മര്യാദയ്ക്ക് സർവത്തുണ്ടെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ നല്ല ഇനിയിപ്പോൾ എനിക്കൊരു അറിവില്ലാത്തവനാണെന്ന് വിചാരിക്കണമെന്ന് വെച്ചിട്ട് കിട്ടിയതാ കൊളായി. അത് സർവത്തിൻ്റെ കളറുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മഞ്ഞല്ല, ചുമപ്പാണ്. ഇപ്പോൾ സർവത്തിൻ്റെ എന്തൊരു കളറാണ്. ഇവർ വേറെ സൈസ് കളറാണ് ചേർത്തിട്ടുള്ളത്. കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാം. തമിഴ്നാട് സർവത്ത് കുടിച്ചിട്ടില്ലേ? പക്ഷെ നമ്മളുടെ അവിടുത്തെ പോലെ അല്ലാന്ന് മാത്രം. സ്കാഷ് കലക്കിയ പോലത്തെ വെള്ളമായിരുന്നു, അല്ലാണ്ട് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് അല്ലെങ്കിൽ സർവത്ത് ഒഴിച്ച് തരുന്ന സാധനമല്ല. സ്കാഷിൽ നമ്മുടെ സർവത്ത് പോലെ തോന്നാവുന്ന രീതിയിലുള്ള സാധനം, ചുമപ്പ് കളർ. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, ഇവിടെ വന്ന് സർവത്ത് കുടിക്കേണ്ട ആവശ്യമില്ല. സർവത്ത് എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ലോറി ഓഫീസ്. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഗ്രീസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഗ്രീസ് അടിക്കാനുള്ള ഗ്യാപ്പ് സമയം കിട്ടി. അപ്പോൾ ഗ്രീസ് അടിച്ചിട്ട് വരാം. അവനോട് പറയണ്ടേ? പറഞ്ഞോ? ആ, അല്ലെങ്കിൽ ബുക്കിംഗ് ഓഫീസുകാർ വിചാരിക്കും നമ്മൾ വണ്ടി എടുത്ത് പോയിന്ന് വേറെ എവിടേക്കെങ്കിലും. ഗ്രീസ് അടിക്കാൻ സ്ഥലം ഇവിടെ എടുത്തിട്ടുണ്ടോടാ? തൊട്ടെടുത്താ എയർ ചെക്ക് ചെയ്യണം. ആയിക്കോട്ടെ. ഹൗസിംഗ് ട്യൂബിലേ ഇതിൽ എയർ കുറവുള്ള പോലെ എനിക്കൊരു ചെറിയ ഇതുണ്ട്, അത് മാത്രം കൂടുതൽ പതിച്ചല്. ലെഫ്റ്റ് സൈഡ് ഗ്രീസ് അടിക്കുന്നത് ഇവിടെ തന്നെയാണ് പറഞ്ഞത്, അവിടെ കണ്ടില്ലല്ലോ. അതാവും അവിടെ ടയറുണ്ട്, ടയർ നിറയുണ്ട്. ഇതേ കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോയിരുന്നു നേരത്തെ നടന്ന് പോയപ്പോഴേ. നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്ത് ഗ്രീസ് അടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗ്രീസ് നമ്മൾ ആ സർവീസ് ചെയ്തപ്പോൾ അപ്പടി പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രീസ് അടിച്ച് അതുപോലെ തന്നെ എയർ ചെക്ക് ചെയ്യണതും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ടയറിനെ കൂടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ വന്ന് പോയതായിരുന്നു. വേറെ വല്ല ബ്രോക്കർ ഓഫീസ് ഉണ്ടോ നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാനായിട്ട്? ഇവിടെ കുറേ ഉണ്ട്. ഞാൻ 5-6 ബ്രോക്കർ ഓഫീസിൽ പോയിട്ടോ, പക്ഷേ ഒരു സ്ഥലത്തും ലോഡാവുന്നില്ല. 12 ബില്ലെന്ന് പറയുമ്പോൾ ആയിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് സെറ്റാക്കി. ഇപ്പോൾ ഈ സംഭവം ഒന്ന് അടിക്കട്ടെ, ഗ്രീസ് ഒന്ന് അടിക്കട്ടെ. തോക്ക് പോലെ കേട്ടോ അവൻ കൈ പിടിച്ചേക്കണ സാധനം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവും അതേപോലെ തന്നെ അജീഷിൻ്റെ അറിവും അനുസരിച്ച് ഗ്രീസ് ഇവിടെ 2 സ്ഥലത്ത് അടിക്കാണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. എൻഡിലുണ്ടാവും അല്ലേ? എൻഡിലുണ്ടാവില്ലേ? എൻഡിലുണ്ടാവണം. പിന്നെ ബ്രേക്കിൻ്റെ ക്യാമിൻ്റെ ഉള്ളിൽ ഒരെണ്ണുണ്ടാവും, ഫ്രണ്ടിലും എൻഡിലുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? പിന്നൊന്നുമില്ലേ? അത് പിന്നെ ഉണ്ടാവാണ്ട് വരുമോ? ഇതിലൊക്കെ ഗ്രീസ് അടിക്കുന്ന ടൈപ്പല്ലേ? മസ്റ്റേർഡൊക്കെ അങ്ങനെയാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ക്യാം ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസ് അടിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ട് എൻഡിലുണ്ട്, ബാക്കിലില്ല. അപ്പോൾ സംഭവം ഇത് എയർ കൊടുത്തിട്ട് എയർ കണക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ അവിടേക്ക് ഒരാൾ ഇങ്ങനെ ഞെക്കി കൊടുക്കുക, എന്നിട്ട് മറ്റാൾ അടിക്കുക. അപ്പം ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഇത് തന്നെ എല്ലാ എയറിലും. ഇവൻ ചീറ്റുണ്ടോ നോട്ടെ പുറത്തേക്ക്. വെളിയിൽ വരുമ്പോൾ അണ്ണാ പാക്ക മുടിയുമോ ഗ്രീസ് അടിച്ചത്? ഇങ്ങനെ വെളിയിൽ വന്നിരിച്ച് കണ്ടാ, ഇങ്ങനെ പുറത്തേക്ക് വരുത്തണം. നോട്ടെ അവിടെ വന്ന് അടിക്കുമ്പോ അങ്ങനെ പിന്നില്ല. വെളിയിൽ വെറുതെ അടിച്ച് തേച്ച് കൊടുക്കുള്ളൂ അവിടെയൊക്കെ. അങ്ങനത്തെ സിസ്റ്റമാണോ? നമ്മുടെ ഒരേണ സംഭവം ഇല്ലേ, അവിടേക്ക് ഇത്തിരി തേച്ചോളാൻ പറയട്ടോ. അതുമേ അവിടെ എവിടെയൊക്കെ മനസ്സിലായ. പിന്നെ ക്യാമിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ അടിക്കണം. സംഭവം ഇതിന് എത്ര പോയിന്റ് എന്നൊക്കെ കറക്റ്റായിട്ട് ഭാരത് ബെൻസിൻ്റെ മറ്റേ കാറ്റലോഗിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ കിട്ടിയ സ്ഥലത്തായിരിക്കും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ കൊല്ലങ്ങളായിട്ട് അടിക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഏതാണെന്ന് പോലും അറിയില്ല. സംഭവം കേടായി പോകുമ്പോൾ ജോയിൻറ്റിന് ഇതിന് ആവശ്യമില്ലാന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് മസ്റ്റേഡൊക്കെ ജോയിൻറ്റുമ്പോൾ വരെ അടിക്കും സാധാരണ. വരില്ലടാ, വരില്ലേ? ഇനിയും അടിയുങ്കോ. വെളിയെ വന്നാത്താൻ നിർത്ത മുടിയും. എവിടെ എവിടെ അവിടെ വന്നോ നോക്കട്ടെ. കൊഞ്ചെങ്ക വന്നിരിച്ച് അവിടെ വന്നു. എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഗ്രീസ് അടിക്ക്?
എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഗ്രീസ് അടിക്ക്? ആ ഒരു നീയാ ഞാൻ കേട്ടെ. നീ എത്ര നാളെ വേലയ്ക്ക് വന്നേക്ക്? എത്ര നാളെ? ആ അത് ഞാൻ കേക്കറേ. 3 മാസം. അപ്പൊ എല്ലാം തെറിയുമേ. ആ പ്രശ്നമില്ല. അപ്പൊ നീ എല്ലാ സ്ഥലത്തും ഗ്രീസ് തേച്ച് കൊടുക്ക് ആവശ്യമുള്ളടത്ത്. എൻ്റെ തമിഴ് ശരിയാണോ? കൊഞ്ചം ശരിയാണോ? അപ്പോൾ എന്തായാലും 3 മാസമായി. അപ്പോൾ ആവശ്യമുള്ളടത്തൊക്കെ ഗ്രീസ് തേക്കാൻ അവൻ അറിയാമെന്ന് വിചാരിക്കുക. എനിക്കും അറിയില്ല. പിന്നെ ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കട്ടാ അയ്യേ. ആയിക്കോട്ടെ എല്ലായിടത്തും. അവസാനം ഒരു 1/2 കിലോ ഗ്രീസും മേടിച്ചു അവൻ്റെ അടുത്തുനിന്ന്. അപ്പം ഇനി ആവാത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തേച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ തരൂടാ. അജീഷിൻ്റെ പ്രാന്തായി. ഞാൻ വെറുതെ പറഞ്ഞാൽ നീ മേടിച്ചാൽ പഠിക്കും. ഇല്ല അവിടെ തേക്കാനാണ് അല്ലേ? ആ അതാണ് നമ്മുടെ പറയണ സംഭവം കേട്ടോ. ആ അതുപോലെ അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ അജീഷേ. കട്ടിയിൽ തേച്ചോ പോണ്ട. ഇവിടെ ഒരു പിന്നുണ്ട്. വെളിയിൽ വന്നല്ലോ. ഉള്ള ഏറിയുണ്ടാവോ തമ്പി? ഇതുക്കുള്ള ഏറിയിട്ടുണ്ടാവോ? ഉള്ളേ അന്ത സൈഡ് വന്നിരിച്ചാ പാക്കില്ല. പുറത്തേക്ക് തള്ളിയത് മറ്റൊന്ന് തെരിഞ്ഞാ. അതാ കേട്ടെ. എന്താണോ അവൻ എന്തായാലും അടിക്കട്ടെ. ഇപ്പോൾ നമ്മൾ അവനെ വലയാക്കിയിട്ട് കാര്യമില്ല. അന്ത എൻഡിൽ ഇറക്കുതാ. ഓ പാവം പൊടിയിൽ കിടന്ന് കൂടുതൽ കേട്ടോ. അതെന്തിട്ടാണോ അവിടെ നോക്കിയപ്പോൾ ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ പിന്നടിച്ചതാണ്. ഈ പിന്നെ അവൻ ഉള്ളിൽ കൂടെ കിടന്നിട്ട് ഇങ്ങടെ അടിച്ചു. അതുണ്ടായത്. പിന്നെ ഇനി എവിടെയാ? അവിടെ നോക്കണ്ട്. അവിടെ ഇങ്ങനെ ഉണ്ടോ? ആ അതുണ്ട്. ക്യാമിൻ്റെ അവിടെ. ആ വെളിയിൽ പോകണം. വെളിയിൽ മട്ടും പോറെ ഉള്ള എയറിലെ. ആ നമ്മൾ ഗ്രീസ് അടിക്കുമ്പോൾ നോക്കി നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തേക്ക് നിന്ന് കയറില്ല. പുറത്തേക്കടെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ അടിക്കണം എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ എല്ലായിടത്തും ആവണം എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കി നിന്നിട്ട് ആവാത്ത സ്ഥലത്തൊക്കെ പറഞ്ഞു കൊടുക്കണം. അതും കയറിയിട്ടില്ല. ഈ 2 എണ്ണത്തിൽ കയറിയിട്ടില്ല കേട്ടോ ജീഷ. അപ്പോൾ ആക്സിൽ വീലിൻ്റെ എൻഡിലും ഇതിൽ ഒന്നിലും കയറിയിട്ടില്ല. ഈ ഒരു വീലിൻ്റെ ഒരു ഭാഗത്തും കയറിയിട്ടില്ല കേട്ടോ. കേട്ടില്ലേ? ഇതിൻ്റെ 3 സ്ഥലത്ത് അടിച്ചു. 3 സ്ഥലത്തും കയറിയിട്ടില്ല. പുറത്ത് തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. അല്ല ചില സ്ഥലത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പിന്ന് അയച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അടിച്ചതിന് ശേഷം പിന്നിട്ട് എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ പിന്നുണ്ടാവില്ല. എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് വർഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ആ പിന്ന് മാറ്റിയിടണം. അല്ലെങ്കിൽ ഗ്രീസ് എല്ലാത്തിനും കയറിയില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തേമാനം വന്ന് പടയെന്ന് പറഞ്ഞ് ഇരുമ്പിൻ്റെ സാധനം പോകും. അപ്പോൾ ഇരുമ്പിൻ്റെ സാധനം തേയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രീസ് മുഴുവൻ നമ്മൾ അടിച്ച് കയറുന്നത്. അപ്പോൾ ഇത് ഒരാഴ്ച ഇത് എങ്ങനെയാണ്? ഒരേ ട്രിപ്പിന് അടിക്കുമോ? 1000 കിലോമീറ്റർ കൂടുമ്പോൾ അടിക്കുമോ? 1000 കിലോമീറ്റർ കൂടുമ്പോൾ. അതായത് ഒരേ ട്രിപ്പ് ഇപ്പോൾ നമ്മൾ പോയി വരുമ്പോൾ എങ്ങനെ ഒരു 1000 കിലോമീറ്റർ ആവും. അപ്പോൾ ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ ഗ്രീസ് അടിക്കണം കേട്ടോ. എന്നാലാണ് തേമാനം ഇല്ലാണ്ടിരിക്കുള്ളൂ ഒരു പരിധി വരെ. പക്ഷേ ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട പുറത്തേക്ക് തള്ളിയേക്കണുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കടെ അതേപോലെ ഇതിൻ്റെ ഇടയ്ക്കടെ അടിയുടെ പുറത്തേക്കടെ തള്ളിയേക്കണ കണ്ട. അപ്പോൾ ഇങ്ങനെ പുറത്തേക്കടെ തള്ളി വരണം ശരിക്കും. ആ ഒരു ആക്സിലിൻ്റെ നമുക്ക് അങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് പ്രശ്നമുള്ളൂ. ബാക്കി ഇതിൽ തള്ളിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും തള്ളിയിട്ടുണ്ട്. ഇത് നമ്മുടെ എയറിൻ്റെ കുറ്റിയിൽ നിന്ന് വെള്ളം ചോർത്തി കളയണത് അല്ലേ? നമ്മുടെ മസ്തിക്കൊന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ട് വരാറില്ല കേട്ടോ. ഔട്ട് അടിക്കണില്ല. അതാണ് മസ്തിക്കൊന്നും കാണാം. അത് തന്നെ ഔട്ട് അല്ലേ? ഇത്രയും വെള്ളം സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ നീ ഇങ്ങനെ കളയാറ് തന്നെ പതിവ്? ഇത് കുറേ ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഔട്ട് അടിക്കണ്ടല്ലോ അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടി. മുഴുവൻ ഉണ്ടാവില്ല. ഇല്ല, വെള്ളം കഴിഞ്ഞു. എയർ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ എല്ലാ ഭാഗത്തും ഏറെക്കുറെ അടിച്ചിട്ടുണ്ടാവും. പറയണേ ഇനി ഒന്നും കയറാത്ത പിന്നില്ല എന്ന്. പക്ഷേ ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണേ. സ്ഥിരമായിട്ട് കയറാണ്ട് ഇത് ആ സാധനം അങ്ങോട്ട് പോയി മാറ്റേണ്ട വരുമ്പോഴാണ് ട്രൗസർ പൊളിയാ. നോക്കട്ടെ. അവൻ പറഞ്ഞ് ഇതിൽ കയറിയെന്നാണ്. പക്ഷേ ഇതിൽ കയറിയിട്ടോ. കാരണം ഇത് ഇതുണ്ടോ പുറത്തേക്ക് തള്ളിയുണ്ട്. ഇവിടെയും തള്ളി ഇവിടെയും തള്ളി. ഓക്കെ. അപ്പോൾ റെഡി. നമ്മൾ നോക്കണം. നമുക്ക് നോക്കാൻ ഇപ്പോൾ ഇത്രയ്ക്കല്ലേ ചിലവുള്ളൂ. ഒന്ന് മൊത്തത്തിൽ കണ്ണോടിച്ചാൽ അതനുസരിച്ച് എല്ലാ സ്ഥലത്തിനും ലൈഫ് കൂടുതൽ കിട്ടും. അങ്ങനെ എനിക്ക് എല്ലാം ഏറിയില്ലേ? എല്ലാം ഏറി. പ്രശ്നമില്ല. അടിപൊളി. അപ്പോൾ കുഴപ്പമില്ല.
അപ്പുറത്തേലും വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? ആ കഴിഞ്ഞിട്ടില്ലടാ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അയ്യോ, ഞാൻ വിചാരിച്ച അപ്പുറത്തേലും മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിലുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം. അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് നടക്കണം അല്ലേ? തമ്പി നീ തന്നെ എന്താ എയർ ചെക്ക് ചെയ്യുന്ന ആള്? നീ തന്നെ എയർ ചെക്കിങ് എല്ലാം ചെക്ക് പോൾ. അപ്പോൾ എല്ലാ എയറും ചെക്ക് ചെയ്യട്ടെ. എത്രയുടെ എയർ വയ്ക്കണേ? ഫ്രണ്ട് 160. ആ 150 160. ആക്സിലോ എല്ലാം അതല്ലേ? ഓക്കെ. അപ്പോൾ ഫ്രണ്ടിലത്തെ നമ്മൾ വെക്കുന്നത് 150 പൗണ്ട് എയർ. ഈ ബാക്കിയുള്ള എല്ലാ ടയറും വെക്കുന്നത് 160 പൗണ്ട് എയർ കേട്ടോ. എയർ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം അഴിക്കണോ വേണ്ടെന്നുള്ളത് അറിയില്ല. നോക്കി നോക്കട്ടെ. അഴിക്കണമെങ്കിൽ ഈ സംഭവം അഴിക്കേണ്ട വരും കേട്ടോ. എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഇപ്പോൾ നോക്കട്ടെ. എയറിൻ്റെ പിന്ന് കാണാണ്ട് എവിടെയെങ്കിലും എയറിൻ്റെ പിന്നെ എവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നോക്കട്ടെ. എയറിൻ്റെ പിന്നെ എവിടെയും കാണാനില്ല. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇത് അഴിക്കേണ്ട വരുമെന്ന് വിചാരിക്കുന്നത്. നോക്കി നോക്കട്ടെ. കഴിക്കുമ്പോൾ കളറ് സാധനമൊക്കെ പൂട്ടും. അതാണ് വേറൊരു പ്രശ്നം. നോക്കിയിട്ട് കാര്യം അഴിച്ച് എയർ ചെക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അല്ലടാ, ടാങ്കിൽ ഇത് വെള്ളം ശേഖരിക്കുന്ന ടാങ്കായിരിക്കുമോ? എനിക്കൊരു ഡൗട്ട്. ഇത് വേറെ ടാങ്കിലാ വെള്ളം ശേഖരിക്കുന്നത്? പറയാൻ പറ്റില്ലടാ. ഇത്രയധികം വെള്ളം അല്ലാണ്ട് വരുമോ? ഇത് കുഴൽക്കിണർ അടിച്ചു കഴിയുമ്പോൾ മുകളിലേക്ക് വെള്ളം തള്ളണ പോലെയാണോടാ. നോക്ക് എന്തോരും വെള്ളം വരും. നോക്കി ചീറ്റിക്കൊണ്ടിരിക്കണ്ടാ. അമ്മേ, അയ്യോ, ആയത് മാത്രമേ കഴിഞ്ഞു. അത്രയധികം വെള്ളമായി അല്ലേ? വേറെ ഒന്നുമില്ല. താഴത്തേക്ക് വലിച്ചിട്ട് അങ്ങനെ തന്നെ വിട്ടാൽ പോരെ? ഞാൻ പോയിക്കോണ്ടില്ലേ? സൈഡിലേക്ക് വലിക്കുക. ഓക്കെ. എയർ 150. அங்க 150 செட் பண்ண முடியலையா? 100 தான் இருந்துச்சா? ஏர் கம்மி. ஏன்னா தம்பி இந்த மாதிரி கம்மி வச்சு நடக்கிறது? வண்டி இவ்வளோ கேட்டுக்க வண்டி தானே? அது எனக்கு தெரியாது. நீ முதல்ல சொல்ல வேண்டாம். ஏர் எல்லாம் செக் பண்ணி 150 போடணும்னு. குழப்பமிല്ല. ഇനി കറക്റ്റാ ചെക്ക് പണി പോട്ടുക്കോ. എല്ലാം പാറ്. എത്രയുണ്ട്? ഞാൻ നിனைக்கிறேன் ഇതിനകത്ത് എയർ കൂടെ ഉണ്ടാവില്ലാന്ന്. പാക്ക് ഒരു ലോഡ് കൊണ്ടുവന്നൊക്കെ അപ്പുറം തന്നെ ഇതെല്ലാം പാക്കണത്. അപ്പോൾ പ്രശ്നമില്ല. ഇനി നമുക്ക് പാത്തെല്ലാം ക്ലീൻ ആക്കാം. 100 പൗണ്ട് എയർ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അത് തന്നെ. റോട്ടിൽ വണ്ടി നീങ്ങാത്തെന്ന് പറഞ്ഞില്ലേ കയറ്റം വരുമ്പോൾ? അത് പതിയല്ലേ കിടന്നിട്ട്. അത് മൊലാളി ഇതൊക്കെ ചെയ്ത് കൊണ്ടുണ്ടാ പറയണ എൻ്റെ അടുത്ത്. മൊലാളി ഒരു കാര്യം ചെയ്യും മൊലാളി പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകാം മൊലാളി എന്ന് പറയണം. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി ഞാൻ പറഞ്ഞോളാം. പോരെ? എന്തായാലും എല്ലാ വീലും ചെക്ക് ചെയ്യട്ടെ കേട്ടോ. എത്രയ്ക്ക് ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. ഓരോന്ന് ഇത് 150 മതിയോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഫ്രണ്ട് മൾട്ടി ആക്സലിൻ്റെയും മറ്റേൻ്റെയും 120. ആ പടച്ചോ. 160 പടച്ചോ. ആ ഉള്ള മോശം. പുറത്തേക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിയോ? ആ അപ്പം 150 മതി. 200 വെച്ചോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പൈസ അത്ര തന്നെ വരുള്ളൂ. എന്നാൽ പിന്നെ എല്ലാത്തിനും കൂടുതലിരിക്കട്ടെ എന്ന്. സാധാരണ 150 അടിക്കാനും 200 അടിക്കാനും സെയിം പൈസ ആണെങ്കിൽ അന്ന് 200 അടിച്ചോ എല്ലാത്തിലും ഒന്ന്. കണക്ക് നോക്കി അടിച്ചാൽ മതി കേട്ടോ. ഞാൻ ചുമ്മാ പറയണതാ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, വീൽ കപ്പ് ഇട്ടിട്ടുള്ള ഈ പുറത്തത്തെ ടയറിൻ്റെ കാണുന്നുണ്ട്. ഇതിലെത്ര എടുക്കുന്നണ്ണ? എന്താ ഇത് അഴിക്കണോ? ആ കഴട്ട മുടിയും. അപ്പടി കളട്ടാതെ ഇത് നെറ്റ് ബോൾട്ട്. ഇത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അഴിക്കേണ്ട ഒരു മിക്കവാറും. ഇത് നമ്മുടെ ഉള്ളിലത്തെ വീല് എയർ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കൊണ്ട് അഴിച്ചെടുക്കാനുള്ള പരിപാടി. അഴിച്ചെടുത്തതിന് ശേഷം ഈ വീല് അത് എയർ കമ്മിയാണ്. കാരണം കുറച്ച് നാളായിട്ട് വണ്ടി നിർപ്പാട്ടിയിട്ടുണ്ട്. അതിനാലെ ടെസ്റ്റ് വർക്ക്. അപ്പോൾ അത് കാരണം പ്രോബ്ലം ആച്ചാ. അത് മുടിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഓടിയത്. അപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉള്ളിലത്തെ ടയറിൻ്റെ നെക്ക് കാണാത്തതുകൊണ്ട് തന്നെ ഈ സാധനം അഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിടണം. ഉള്ളിക്കട കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പ്രശ്നമില്ല. ഇപ്പോൾ നിലവിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആദ്യം കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീൽ കപ്പ് സാധനങ്ങളൊക്കെ അഴിച്ചെടുക്കേണ്ട ഗതികേട് അതിന് മാത്രം.
ആ ബാക്കിലത്തെ അടിക്കാൻ പറ്റില്ല, ഇതുക്കുള്ള ചെക്ക് ചെയ്യാൻ പറ്റും മുടിയുമാ? ആ അത് മുടി. അപ്പൊ ഇതും അങ്ങേ ഒന്നും അല്ലേ? ആ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലേ പറഞ്ഞു നീ? ഇതുക്കുള്ള ഉള്ളത് ചെക്ക് പണ്ണ മുടിയും, ശരി തന്നെ? ആ എന്താ എനിക്ക് അയച്ചു തരണ്ടല്ലോടാ പുരസ്കാരമായിട്ട്? കണ്ടോ ഇടി കൂടി നോക്കണ്ട്, കാണാൻ പറ്റണ്ടാണോ? നെക്ക് രണ്ടിന്റെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയിന്നേ. ശരിക്കും പറഞ്ഞാൽ അത് കാണാവുന്ന രീതിയിൽ വേണം നെക്ക് ഇടാൻ. ഉള്ളിലത്തെ ടയർ എപ്പോഴും എയർ നോക്കാൻ പാകത്തിന് വേണം. പുറത്തത്തെ ടയർ സെറ്റ് ചെയ്യുമ്പോൾ നെക്ക് അങ്ങനെ കാണാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഹൗസിംഗ് ട്യൂബിൽ അതേപോലെ അപ്പുറത്തെ ടയറാണ് പ്രശ്നമുള്ളത്. ഇത് കുഴപ്പമില്ല, ഇതെല്ലാം പ്രശ്നം. ഇതൊക്കെ ഉള്ളിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അവൻ ഉള്ളിലത്തെ ടയറിലേക്കാണ് ഇപ്പോൾ അവൻ എയർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ല. ഇത് ഉള്ളിലെ ടയറിലേക്ക് തന്നെ എയർ പോട്ടിരിക്കുക അല്ല? ഇല്ല അല്ലേ? വെളിയിലെ ടയറാട്ടോ അടിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ടയറിൽ 120 എയർ ഉണ്ടായിരുന്നത്. ഫ്രണ്ട് ടയറിൽ 100 എയർ ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഈ വീല് 2 അഴിക്കണം, അതേപോലെ ഈ 2 വീലും അഴിക്കണം, അപ്പുറത്തെ സൈഡിൽ 2 വീലും അഴിക്കണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ടയറിൻ്റെ നെക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പയ്യെ അടിയിൽ കിടന്ന് ജാക്കി വെക്കേണ്ടത്. ജാക്കി വെച്ച് ഇത് പൊന്തിച്ചിട്ട് നമ്മൾ ആ ടയറിൻ്റെ നെക്ക് കറക്റ്റ് ആക്കിയിട്ട് തരണം. ഇതായിരുന്നു വണ്ടി അജീഷ് പതിച്ചിലുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പോൾ പതിച്ചിലിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ആ ഒരു ടെൻഷൻ മാറിയില്ലേ നിനക്ക്? ആ അത് തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഇത്ര കുറവ് വെച്ച് ഓടുമ്പോൾ എന്തായാലും ഭയങ്കര പതിച്ചിൽ വരും. റോഡായിട്ട് അത്ര അധികം പിടിക്കുകയല്ല വണ്ടി. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യം. പിന്നെ നമുക്ക് ഇതേപോലെ ഇരിക്കുന്ന കല്ലുകളൊക്കെ കുത്തി കളയണ്ട. നമ്മുടെ കമ്പി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനാണ് കമ്പി അല്ലേ? ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളത് കല്ല് ഇങ്ങനെ കുത്തി കളയണുണ്ട് നമ്മൾ ഓരോന്ന് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതിനകത്ത് ചെറിയ കമ്പി ഉള്ളത്, എന്നാലും ടയർ പൊട്ടാണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് തേഞ്ഞ് അതിമേലേക്ക് മെല്ലെ കയറി പൊട്ടും അല്ലേ? ചിലത് അതിലിരുന്ന് അങ്ങോട്ട് വരയും. അപ്പോൾ എന്തായാലും ആ പയ്യനെ അവിടെ ജാക്കി വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇത് പൊക്കിയതിന് ശേഷം വേണം ഇത് ഊരി നമുക്ക് അതിൻ്റെ നെക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. വീൽ കപ്പ് 4 ഊരി കേട്ടോ. 2 ഒരെണ്ണം അവിടെയും എല്ലാം ഉണ്ട്. 3 ഊരി. അയ്യോ നല്ല വെയിൽ, ഇവിടെ വെയിലുണ്ട്. പക്ഷേ ആ വെയിൽ കൊണ്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ ഒരു തണുത്ത കാറ്റുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളില്ല. കംപ്രസർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുക, എയറിൻ്റെ കംപ്രസർ. അതിൽ നിന്ന് അങ്ങോട്ട് എയർ അടിക്കണത്. അപ്പോൾ അത് കംപ്രസറിൽ എയർ കഴിഞ്ഞു. കാരണം ഇത്രയധികം എയർ ആർക്കും ആവശ്യം വരാറില്ല. നമുക്കാണ് ഇത്രയധികം എയർ ആവശ്യം വന്നത്. കാരണം 110 അതേപോലെ തന്നെ 100 എയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവൻ ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ അത്രയധികം എയർ വേണ്ടി വന്നു. അതേ മെഷീനിലാണ് അടിക്കണത്. അത് കാരണം കുഴപ്പമില്ല കേട്ടോ. വീൽ സ്പാൻഡർ ഒന്നും വേണ്ട. ഇവരുടെ ഇതിൽ തന്നെ മെഷീനിലുള്ള വീൽ സ്പാൻഡർ കറക്റ്റ് ഇതിടുക, പടപടയെന്ന് അഴിക്കുക, എയർ ജാക്കി വയ്ക്കുക. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ സംഭവം. ഇപ്പം എല്ലായിടത്തും ഇതായി. അല്ലാണ്ട് ആൾക്കാർ കയറി നിന്ന് അഴിച്ച് മുറുക്കി ഇടുന്ന സംഭവമൊന്നുമില്ല. അത് നമുക്ക് ഒരുപാട് സമയം എടുക്കേ. ഇപ്പം എന്താ വേണ്ട അഴിച്ചത് വേണ്ട. ത്രെഡൊക്കെ കളയാണോ ദൈവമേ? അറിയാത്ത പിള്ളേരാണെങ്കിൽ വേറെ അതേ ഇപ്പോൾ കണ്ടില്ല. അതിൻ്റെ ബോക്സ് ഇട്ടിട്ടല്ല അതിൽ തിരിച്ച്. ആദ്യം ബോക്സ് ഏതാണെന്നുള്ളത് നോക്കണം. നോക്കിയിട്ടൊന്നുമില്ല. വേഗം വന്നിട്ട് ആൾ കിട്ടിയ ബോക്സ് ഇട്ടിട്ട് തിരിച്ചു. പുറത്തേക്കടെ കിടന്ന ഒരു തിരിയല്. 60 പൗണ്ട് മട്ടും ഇരുന്ന് എന്ന് சொல்றது കണ്ടോ? ആ ടയർ കണ്ടോ? 60 പൗണ്ട് ടയർ ഉണ്ടായിരുന്നു. അതിനെ കൂട്ടി വരഞ്ഞു. ഇത് 60 പൗണ്ട് തായിരുന്നേ. முதல்ல ஃப்ரண்ட் 100, இது 60, மற்றது 120. அப்படிதான். இனி ஜாஸ்தியா போடணும் இல்ல? 160. ஒரு 20 பாயிண்ட் குறையலாம். 30க்கு வரலாம். அதோட கம்மி வரக்கூடாது. கம்மியா வந்தா ப்ராப்ளம் மைலேஜ் வராது. இழுத்துன்னு போவாது. புரிஞ்சது. வண்டி வந்து 60 இருந்தா கரெக்டா போகும். இப்போ வந்து அது எப்படி சொல்றதுன்னா அமுந்துச்சுன்னா இன்னும் ஒரு 5 டன்னு கூட கேற மாதிரி. புரியுது. அப்ப நீ சொன்னது கரெக்ட். என்னன்னு தெரியுமா? இந்த வண்டி നീങ്ങളില്ല എന്ന് പറഞ്ഞില്ലേ, 5 ടൺ കൂടിയ പോലെയാന്ന് കണ്ടില്ലേ? അതാണ് പ്രശ്നം ഉണ്ടായത്. 60 പൗണ്ട് എയർ ഉണ്ടായിരുന്നുള്ളൂ. അല്ല முதல்ல എന്താണ് ചൊല്ലിരിച്ച അന്ത മാതിരിന്ന്. പക്ഷെ എയർ കമ്മിയൊന്നും നനച്ചില്ല. ഏതാവത് മെക്കാനിക്കൽ പ്രോബ്ലം ഒന്നും നനച്ചേ. ഇത് ടയറിന്റെ தெரியாம இருந்தேன்.
இது காத்து இல்லாம தள்ள முடியாது. காத்து இருந்துச்சுன்னா நீ எவ்வளவு தொலைவுனாலும் தள்ளு போலாம். பைக் என்ன பண்றாங்க, பெட்ரோல் ஆகி போச்சுன்னா தள்ளு போலாம், பஞ்சர் ஆகி போச்சுன்னா തള്ള മുടിയാതെ. അന്ത മാതിരി തന്നെ എയറില്ല. അതിനാലെ അപ്പൊ നന്നായിട്ട് ഇതിൽ 60 എന്നുള്ളത് ഇനി 160 വയ്ക്കുക, 100 പൗണ്ട് എയർക്കടിയും കയറ്റുക. അതേപോലെ നെക്ക് കറക്റ്റ് സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ അതുപോലെയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ചെയ്യണത് നെക്ക് കറക്റ്റ് ചെയ്താ നോക്കിയേ അജീഷ. ഇനി പുറത്തുനിന്ന് അതിൽ ഞാൻ വീൽ കപ്പ് ഇടുമ്പോഴും അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കണ്ടീഷനിൽ വേണം അജീഷ വെക്കാനായിട്ട്. ഓക്കെ അല്ലേ? ശരി, സൂപ്പർ. എന്നാ அந்த வீல் கப்பில்லை அது போட்டாலும் கரெக்റ്റ് നമുക്ക് എയർ ചെക്ക് பண்ணுறதுக்கு കറക്റ്റായി പോടുങ്കോ. അറിയാവുന്ന തമിഴൊക്കെ വെച്ച് പറയണേ. എൻ്റെ തമിഴ് ശരിയാണ് അണ്ണാ? തമിഴ് കറക്റ്റാ? എന്നോട് കറക്റ്റാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞാൻ ഉള്ളത് വെച്ച് തട്ടു. ഈ ടയറിൻ്റെ വാൽവ് പിന്നുണ്ടല്ലോ, അത് ലീക്കായിരുന്നു. അതാണ് ഈ സംഭവത്തിൽ എയർ ഇത്രയധികം കുറഞ്ഞത്. പഞ്ചറായിട്ടല്ല, വാൽവ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ അത് മാറ്റി തരണം. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സാധാരണഗതിക്ക് തുപ്പലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും, വെള്ളം വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. അപ്പം തുപ്പലം വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബബിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ പോകേണ്ടതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എയർ പോകണമെന്ന് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ എയർ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ വാൽവ് മാറ്റിയിട്ടിട്ട് നമ്മൾ നിലവിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്യേണ്ടതായിരുന്നു. ഈ പണി അന്ന് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ടയർ കൊണ്ടുവന്ന് നിറച്ച് എയർ സംഭവം ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഓടി തുടങ്ങട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ മൈലേജ് ഏറ്റവും കുറവ് എനിക്ക് 1.9 വരെ കിട്ടി. അത് എയറില്ല അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലാഭമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിന് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എത്ര നഷ്ടമായി. മൈലേജ് അത്ര ഷോർട്ടല്ല. ഇനി മൈലേജ് നല്ല വ്യത്യാസം കാണിക്കും. കാരണം ഇതിൽ 3.6 3.7 മൈലേജ് ഉണ്ടായിരുന്നു. ഇന്ന് 9 വരെയൊക്കെ കാണിച്ചു, അത്ര കുറവ് കാണിച്ചു. അപ്പോൾ നമ്മൾ അത്ര ദിവസം കയറ്റിയിട്ടപ്പോൾ നന്നായിട്ട് എയർ ഇറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. ഇനി കുഴപ്പമില്ല, എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും നോക്കാൻ തോന്നിയത് നന്നായി. ഫുൾ ചെക്കപ്പ് ഞാൻ പറഞ്ഞു, ഓരോന്ന് വരുന്ന സമയത്ത് ഓരോന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ടയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് അടുത്ത സംഭവങ്ങളും ചെയ്യാനുണ്ടാവും. നോക്കിയിട്ട് അതും ഇതൊക്കെ അങ്ങനെ ചെയ്ത് പോകണം. അതോടൊപ്പം തന്നെ ടയറിൻ്റെ പിന്ന് മാറ്റിയിട്ട് വന്നിട്ട് അത് ശരിയായിട്ടില്ല കേട്ടോ. എന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൻ്റെ നെക്ക് കംപ്ലൈൻ്റ് ആണോ? കാത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ പൊങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് ആ ഹോളിക്കട്ട് നമുക്ക് കിട്ടാത്തത് അല്ലേ? അതിന് മുട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പൊക്കി വെക്കണം അല്ലേ? സെറ്റ് ചെയ്യണമുണ്ട്. നെക്ക് കറക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു നെക്ക് വെച്ചിട്ട് ആദ്യം അടിച്ചു. അത് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് പ്രശ്നമില്ല അല്ലേ? ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ മനസ്സിലായിട്ടോ എന്താണ് സംഭവം. സെറ്റ് ചെയ്യുന്നത് നെക്ക് വെറുതെ തൊള്ളേ തോന്നിയ പോലെ ഇരുന്നിട്ട് ആ ഗ്യാപ്പിലേക്ക് കറക്റ്റ് നമുക്ക് രണ്ടാമത്തെ ടയറിൻ്റെ ഉള്ളിൽ നിന്നും കൂടി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അയച്ച അപ്പുറത്തെ അതേപോലെ കറക്റ്റ് ചെയ്തില്ലേ? കറക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കാരണം ഒരു പ്രാവശ്യം ചെയ്ത പണി പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ആവശ്യമില്ലെങ്കിലും ടയർ അയച്ചിട്ട് ആ നെക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ടയർ ചെക്ക് ചെയ്യുമ്പോൾ നെക്ക് അയക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇരട്ടിപ്പണിന്ന് അതിന് പറയാം. അങ്ങനെ വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കുക. ഇതിൻ്റെ 2 നെക്കും കാണാനില്ലേ ഇപ്പോൾ? ഓക്കെ അല്ലേ? ആ സൈഡിലത്തെയോ അയക്കാൻ പോകണുള്ളൂ അല്ലേ? മതി, കുഴപ്പമില്ല. അതിൽ അയച്ച് റെഡിയാക്കട്ടെ. നമുക്ക് സമയമുണ്ട്. 4 മണി 5 മണിയോ 4 മണി കണ്ട പറഞ്ഞേക്കണം അവർ ലോഡ് കയറ്റാനായിട്ട് വരാനായിട്ട്. അപ്പോൾ അത്ര സമയമുണ്ട്. ഒരു കുഴപ്പമില്ല. വീൽ കപ്പ് മാറ്റണമാ. സിമ്പിൾ പണി കേട്ടോ. സിമ്പിളായിട്ട് പടപടയെന്ന് ഇട്ടു കേട്ടോ. ജാതി ഐഡിയ മേന. ഇവനാണ് മെയിൻ ആള്. അവൻ വന്നപ്പോഴാണ് കാര്യങ്ങൾ. ഇവർക്കൊന്നും അത്രമാത്രം അറിയില്ല. ഇവൻ അത്രകൂടി അറിയില്ല, ഇവൻ അത്രകൂടി അറിയില്ല. അവൻ സൂപ്പറാ. അവൻ വന്നപ്പോൾ ചട്ടപ്പെട്ടാന്ന് എങ്ങനെയൊക്കെ നോക്കണ്ട, എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫാസ്റ്റുമായി കാര്യങ്ങളായി. അടിപൊളി കടി. ഹൈഡ്രോളിക്കിൽ മുറുക്കുന്നത് പടപടയെന്ന് കഴിഞ്ഞു. 5 മിനിറ്റാണ് പണി കഴിഞ്ഞ്. അടുത്തത് അടിപൊളി അടിപൊളി. അടുപ്പായി. സാഗരം വീലും എന്താ പറയാ, ഒറ്റ നിമിഷം കൊണ്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ വീൽ കപ്പ് ഫിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കറക്റ്റ് അല്ലേ ജീഷ? ഇവിടെ തന്നെ ഇട്ട് ടൈറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ. ഇത് വെച്ചിട്ട് പിടിക്കണ. ഇനി ഈ സൈഡും വീൽ കപ്പ് ഫിറ്റ് ചെയ്യണം. അതേപോലെ അപ്പുറത്ത് ഇതേപോലെ തന്നെ കുഴപ്പമുള്ള ഒരു വീലുണ്ട്.
അതും അഴിക്കണം കേട്ടോ. അത് ജാക്കി ഇവിടെ വെച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല. ആ ഇവിടെ ഊരിയുണ്ട് ഓൾറെഡി, പിന്നെ കുഴപ്പമില്ല. ഇതിൻ്റെ നെക്ക് കറക്റ്റ് പണണം അല്ലേ? ഇതിൽ എയർ കറക്റ്റ് പണിയാ. എങ്ങനെയുള്ള പരിപാടി നല്ല ഫാസ്റ്റ് പറക്ക്. ഇതിൻ്റെ നെക്ക് ഇതേപോലെ തന്നെ ഇവിടെ അടിച്ചപ്പോൾ വളഞ്ഞിരിക്കണ കണ്ടോ ഈ നെക്ക്. ഈ നെക്കിനെ ഇവിടെ ഒരു കമ്പിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇവിടെ അടിച്ച് ഈ ഭാഗമില്ലേ, ഈ ഭാഗം കാണുന്നത് താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വെച്ച് ഇവിടെ പൊന്തി നിൽക്കും. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. അതുകൊണ്ടാണ് നമുക്ക് ഈ അടുത്ത ടയർ ഇട്ട് കഴിയുമ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ നെക്കിൻ്റെ തല കാണാത്തതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ മറ്റൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമില്ല. നമുക്ക് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വയർ അടിക്കാൻ പറ്റും. പിന്നെ ഇത് വീൽ കപ്പ് കൂടി ഉള്ള കാര്യമാണ് കൂടുതൽ ബുദ്ധിമുട്ട്. എല്ലാം അയച്ചു, വീൽ കപ്പ് സാധനങ്ങളൊക്കെ അയച്ചു. ഇനി പ്രശ്നമില്ല. ഇനി ഇതിലെത്ര എയർ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. അതിൽ 130 എയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലും നെക്ക് കറക്റ്റ് ചെയ്തിട്ട് 130 എന്നുള്ളത് ഇനി 160 ആക്കണം ടയർ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ വീലും സെറ്റായി അതുകൂടിയും ശരിയാക്കി കഴിയുമ്പോൾ. അപ്പോൾ 3 സെറ്റ് ഊരാനായിട്ട് നമുക്ക് 300 രൂപ. പിന്നെ ഗ്രീസ് അടിക്കാനായിട്ട് നമുക്ക് 250 രൂപ. പിന്നെ 120 രൂപ വന്നിട്ടുള്ളത് നമുക്ക് 300 രൂപ. 120 രൂപ നമ്മുടെ എയർ ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. എല്ലാ 12 വീലിന് എയർ ചെക്ക് ചെയ്യാൻ 120 രൂപ. അതായത് ഒരു വീലിന് 10 രൂപ വെച്ചിട്ട് 12 വീലിന് 160 രൂപ. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ 650 രൂപ ടയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തു സംഭവം. കാരണം എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയത് നന്നായി. ഇത് മുന്നേ ചെയ്യേണ്ടിയായിരുന്നു, അവിടെ വെച്ച് ആലോചിച്ചില്ല. ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി, ഇനി പ്രശ്നമൊന്നുമില്ല. എവിടെയാണ് പൊടി കുറവുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇട്ടാൽ ഞങ്ങൾ വീണ്ടും ലോറിയുടെ ഷെഡിൻ്റെ അവിടേക്ക് വന്നിട്ട് അവിടെയൊക്കെ നിറച്ച് മുട്ടിനൊപ്പം പൊടിയെന്ന് പറയില്ലേ. നടന്നു പോയി കഴിഞ്ഞാൽ കാല് മുഴുവൻ ഈ പരിവാവും. ഇപ്പോൾ കാല് കഴുകണം പോയിട്ട്. കാല് കഴുകിയിട്ട് വീണ്ടും വണ്ടി കയറാൻ പറ്റില്ല. വണ്ടി കയറി ഇതേപോലെ തന്നെയാവും. അല്ലെങ്കിൽ ഇതേ ആ ഫ്രണ്ടിലേക്ക് നിർത്താൻ പറ്റൂടാ. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടി കയറി വരില്ല അല്ലേ? എന്നാൽ പിന്നെ എങ്ങനെയാ നിർത്തിക്കുക? ഇതൊക്കെ ഓട്ടം പ്രതീക്ഷിച്ച് കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ ഇവിടെ കിടക്കുന്നതൊക്കെ. തമിഴന്മാർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വണ്ടികളുണ്ടല്ലോ, നമ്മുടെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് വണ്ടികളുടെ പോലെ ഇരിക്കുന്നത്. തമിഴ്നാട്ടിൽ വണ്ടികൾക്ക് ഈ കളറ്, അതായത് തമിഴ്നാട് വണ്ടിയുടെ കളർ ഉണ്ടല്ലോ, ഈ കളർ കണ്ട് വേറെ ഒന്നും അടിക്കാനായിട്ട് പെർമിഷൻ കിട്ടില്ല. കേരള വണ്ടിയല്ല, സൂപ്പർ വണ്ടികൾ നല്ല അടിപൊളിയായി നിൽക്കുന്നത്. ഇവിടെ മറ്റേ ബുക്കിംഗ് ഓഫീസിൽ ചെന്നപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ ഒരു ഡ്രൈവർ പറയാ, അപ്പോൾ അവരുടെ നാട്ടിൽ എന്താ പറയുക, ബസ്സിന് കുഴപ്പമില്ല, പക്ഷേ ലോറിക്ക് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ലോറിക്ക് ഏത് കളർ വേണമെങ്കിലും അടിക്കാം, പക്ഷേ മറ്റേ ബസ്സിന് അടിക്കാൻ പറ്റില്ല. ഇവിടെ ഇതേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇവിടുത്തെ വണ്ടികൾ വേറെ കളർ അടിച്ച് കണ്ടോ രാജീഷേ? ക്യാമറയിലേക്കാണ് നോക്കണേ, എനിക്ക് കാണാനില്ല. അതിന് പൊടിയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, നല്ല പൊടി തന്നെയാണ്. ആ സൈഡിൽ കയറി കുഴപ്പമില്ല, ഇത്തിരി പൊടി കൂടി ആവാം. ഇനി പൊടി ആവാനൊന്നുമില്ല, ഈ നിലയ്ക്കല്ലേ പൊടിയായിട്ടിരിക്കണേ. ഇനി എന്താവാനുള്ള പ്രശ്നമില്ല. അപ്പോൾ അത് കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ വണ്ടിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ, ഇഷ്ടമാണ്. എന്താ പറയുക, ഭാരത് ബെൻസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ അവർ ഈ നാഷണൽ പെർമിറ്റ് ഇങ്ങനത്തെ വണ്ടികൾ, അവിടെ വണ്ടികൾ ഉണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ ചെയ്യണവർ അല്ലെങ്കിൽ അടിപൊളി ആക്കണവർ വളരെ അപൂർവം ആൾക്കാരുള്ളൂ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അടിപൊളി ആക്കണമല്ലോ. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ മാക്സിമം ഓടിയിട്ട് കാശ് ഉണ്ടാക്കുക. അത് ഇതേപോലത്തെ വണ്ടി മതി, മാക്സിമം കാശ് ഉണ്ടാക്കുക. പിന്നെ ഇവിടെ കിടക്കുന്നതൊക്കെ ഒരുവിധം 6 വീലും 10 വീലും കേട്ടോ. 12 വീല് വണ്ടികൾക്ക് ഓട്ടമില്ല. അത് കാരണം എനിക്ക് തന്നെ അവർക്ക് എല്ലാ അലർജി ഉണ്ടാവും. ഈ ഇതിന്റെ തണവിന്റെ അലർജി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു തണവ് അലർജി ഉള്ള കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ രാജേഷ് വന്നു കഴിഞ്ഞാൽ AC യുടെ ആവശ്യമില്ല. അവന് തണവ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തണവിന്റെ അലർജി വരും. അപ്പം അത് കാരണം അവന് പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ സമയം 3 മണിയായിട്ടോ, കറക്റ്റ് 3 മണി. 4 മണിയാകുമ്പോൾ നമ്മുടെ ലോഡ് കയറ്റാനുള്ള ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. ഇനി പറ്റിക്കോടാ നമ്മുടെ വരില്ലേ ശരിക്കും? 7 മണിയാകുമ്പോഴേക്കും നമ്മൾ വിടാന്നാണ് പറഞ്ഞിട്ടുള്ളത് കയറ്റിയിട്ട്. അപ്പോൾ വിടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഇരുന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാം. സമയം 3:30 ആയിട്ടോ. 4 മണിക്ക് കയറ്റാൻ പോകാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ വണ്ടിയിൽ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇവിടുന്ന് ലോഡായിട്ട് വേറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ലോഡാവാൻ നിൽക്കണ വണ്ടികളാണ് കേട്ടോ. ഇതിൻ്റെ ടയറുകൾ നിറച്ച് കൊണ്ട് വെച്ചിട്ടുള്ള കൊടുക്കുന്നതാണ്. ഇവിടുന്ന് ഓട്ടം തന്നെ വണ്ടികൾക്ക് ടയറും കൊടുക്കുന്നുണ്ട് കേട്ടോ. ടയറൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ചായക്കടി ഉണ്ട്, ഒരു ചായ കുടിക്കണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ, കയറ്റാനായിട്ട് പോവാ. അജീഷ് വണ്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അജീഷ് വണ്ടി എടുക്കണ്ട കേട്ടോ. അജീഷ് ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് നേരെ കയറ്റാൻ പോവാ. നിങ്ങളല്ലേ കയറ്റുന്ന ആൾക്കാര്? എന്താ അണ്ണന്മാരാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡാക്കണല്ലേ. അതേപോലെ ഈ അണ്ണൻ പോവാ ലോഡിങ്ങാര്. ശരി, നമ്മുടെ വണ്ടി സ്റ്റിക്കർ ആയിട്ട് തരണം. ഞങ്ങൾക്ക് സ്റ്റിക്കറും പോണം. ഓക്കെ,
ഏറുങ്ക അപ്പോൾ ഇവർക്ക് മുകളിൽ കയറാണ് കേട്ടോ എല്ലാവരും. നമുക്ക് ഇങ്ങനെ തിരിയണം കേട്ടോ. ഇത് ആ വഴിക്കാണ് പോകാനുള്ളത്. അപ്പോൾ ആ വഴിക്ക് പോകണമെങ്കിൽ ഈ ആളെ ഇതിലെടുക്കണേ അതിലെ റൗണ്ട് അടിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഉള്ളിലിരിക്കണ അണ്ണം പറഞ്ഞ് നേരെ നമുക്ക് ഇങ്ങോട്ട് എടുത്തോളാം. കുഴപ്പമില്ല അണ്ണാ. இந்த மாதிரி வழிக்கு போனது എന്താ പറയാ 4 ലൈൻ பிரச்சனை இருக்குதா? இல்ல. இந்த வழியில எந்த தூரம் போனோம்னா 1 കിലോമീറ്റർ இருக்குதா? 1 കിലോമീറ്റർ இல்ல அந்த போஸ்ட் இருக்குல அங்க தானே. തൊട്ടടുത്താ. പ്രശ്നമില്ല. പുതു റോഡ്. പുതു റോഡ്. നല്ല രസമുണ്ട് കാണാൻ. ഐഷേ ഇതേപോലെ എത്ര ലേറ്റസ്റ്റ് പുത്തൻ റോഡിൽ ഓടിച്ചിട്ടുണ്ടോ? വെള്ളവരിക്കിട്ട് ഇപ്പൊ പോയിട്ടുള്ളൂ. നല്ല അടിപൊളി റോഡ്. അതെ വണ്ടിയുടെ വീതിയുള്ളൂ. ഇത് മുതലേ നമ്മ എന്നെ കേട്ട പോറെ സാധനം തവിട് പിണ്ണാക്കല്ല പിണ്ണാക്ക് ഇത് ഏറ്റിട്ട് അടുത്ത് പിണ്ണാക്ക. അപ്പൊ നമ്മൾ ആദ്യം തവിട് എടുക്കാനാണ് കേട്ടോ പോണത്. ഇങ്ങനെ എത്ര ടണ്ണെണ്ണ? ഇത് 10 ടണ്ണ് നിனைக்கிறேன். ശരി ശരി ശരി. അപ്പൊ ഇത് 10 ടണ്ണും അത് 12 ടണ്ണും ആണെന്ന് വിചാരിക്കണം. നമുക്ക് നോക്കി നോക്കാം. കമ്പനിയുടെ ഉള്ളിൽ പോയി തവിട് കയറ്റാം. അപ്പം നമുക്ക് നേരെ നെല്ല് കയറ്റാം. നെല്ലുന്ന വായിൽ വരുന്നത് നേരെ തവിട് കയറ്റാനായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകണം. ഇവർ പടപടാന്ന് കയറ്റി തരാമെന്ന് പറഞ്ഞു. 7 മണിയാകുമ്പോഴേക്കും ഫുള്ള് നമുക്ക് 22 ടണ്ണുള്ളൂ കേട്ടോ. കാരണം ഈ തവിട് കയറ്റുമ്പോഴേ എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ്. അപ്പോൾ ലോഡ് ക്യാബിൻ്റെ ഒപ്പം നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാനം ഹൈറ്റിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ 22 ടണ്ണാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അതായാലും കയറ്റി പോവാം. ടെന്നിന് നോക്കിയിട്ട് കാര്യമില്ല. വാടക ലേശം കൂടുതലുണ്ട്. ടെന്നിന് 1000 എത്രയായിരുന്നു പറഞ്ഞാൽ മറന്നു പോയല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നെല്ലാന്ന് തോന്നുന്നു. ഈ കിടക്കുന്നത് നെല്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഫാക്ടറി തന്നെയാണ് എല്ലാം. തവിട് അപ്പോൾ നെല്ല് ഇത് കണ്ടില്ലേ എല്ലാം പാക്കറ്റാക്കി വെച്ചേക്കുക അരി സാധനങ്ങളൊക്കെ. അപ്പോൾ നെല്ലുത്തി അരിയാക്കണ സ്ഥലം. അപ്പോൾ അതാണ് നമ്മൾ തവിടും കൊണ്ട് പോകണം കേട്ടാ. സംഭവം ഇപ്പോഴെല്ലാം മനസ്സിലാവണത്. നെല്ലുത്തിയമ്മനി അജീഷിന് ഇപ്പോൾ വളയ്ക്കാനും തിരിയാനും പറ്റണല്ലേ. എന്താ പറ്റിയേ? ഇങ്ങനെയുള്ള സ്ഥലത്താണ് കേട്ടോ ഈ വീല് കെട്ടുന്നിട്ട് ഇതിങ്ങനെ കിടന്ന് കൊട്ടയ്ക്ക് കേട്ടോ. കണ്ടോ മണ്ണിൽ പൊടിമയം. ഇങ്ങനെയാണ് സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ചടങ്ങാണ് കേട്ടോ. ഇതൊക്കെയാണ് ഒരു ചടങ്ങ്. കുഴപ്പമില്ല, സെറ്റാക്കി ഉള്ളിലേക്ക് ഇട്ടു. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കയറ്റുന്നത്. ബോഡി വീഡിയോ ഒക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പഠിച്ചോ. ലോഡിങ് വീഡിയോ യൂട്യൂബിൽ പോട്ട് വിടും. ഞാൻ ചൊല്ലി കൊടുക്കാം എപ്പോഴേന്ന്. സെറ്റിങ് എങ്ങനെയാ കേട്ടോ, എങ്ങനെ ലോഡ് കയറ്റുന്നതൊക്കെ ഉള്ളത് കേട്ടോ. കോണിയുണ്ട് വേണ്ടില്ലേ. ഇതാണ് മില്ല്. ഇവിടെ എന്താണ് ഇവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താ? ഇത് വേറെ കോഴിത്തീറ്റയാണോ? ഇത് അല്ലല്ല, ഇത് ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസിൻ്റെ തൊലിയാണ് കേട്ടത്. ഗ്രീൻ പീസിൻ്റെ തൊലിയാണ് ഇത് മൊത്തം. ഗ്രീൻ പീസിൻ്റെയാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കണ്ടിട്ട് എനിക്കത് തോന്നണം കേട്ടോ. എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഇതിലൊന്ന് കയറി നോക്കട്ടെ. ഇത് കണ്ടോ നമ്മുടെ കോണി സെറ്റ് ചെയ്യാനായിട്ട് അവർ പിണ്ണാക്കിൻ്റെ ചാക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് ദേ ആ കാണുന്ന നമ്മുടെ തവിടാണ് കയറ്റാൻ പോണത്. അപ്പം വഴി കണ്ട പിണ്ണാക്ക് ചാക്കാണ് വഴി. ഇതൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ കാണാൻ കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ പൊടിയുടെ നിറച്ചും സംഭവങ്ങളായാലും എനിക്ക് പൊടിയുടെ അലർജി ഉള്ള കാരണമില്ലേ, ചുമ എന്ന് പറഞ്ഞ സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകാലോ. അജീഷേ നീ പിണ്ണാക്ക് കയറ്റിയുണ്ടോ? ഇതിന് മുന്നേ കയറ്റിയുണ്ടോ പിണ്ണാക്ക്? വാ കുഴപ്പമില്ല. എൻ്റെ ഒക്കെ തലയിൽ ഇഷ്ടം പോലെയുള്ള കാരണം എനിക്ക് പിന്നെ വേറെ കയറ്റേണ്ട ആവശ്യമില്ല. നിന്നെ അങ്ങനെ ഇപ്പോഴെ കളിയാക്കിയ ഫീലിംഗ് ആവില്ല നിനക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് കളിയാക്കാം ചിലപ്പോ.
ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ അറിയില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് വെറുതെ വായ തോന്നിയത് പറയുമ്പോൾ ചിലപ്പോൾ അവന് മാനസിക വിഷമം അങ്ങനെ ആവാൻ പാടില്ല. ചിലപ്പോൾ അവനേക്കാളും കൂടുതലേ അവന് പെണ്ണിന് കല്യാണം കഴിഞ്ഞതാ, പെണ്ണിന് ചേട്ടനെ കളിയാക്കി എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ വിഷമാവില്ലേ? അങ്ങനെ പറയാൻ പാടില്ലടാ. പറഞ്ഞിട്ടില്ലടാ, എൻ്റെ തലയിൽ എന്നെ പിണ്ണാക്കെന്നാ പറഞ്ഞേ പോരെ. അപ്പൊ ചേട്ടന്മാര് വഴി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് കയറ്റണം. ഞാൻ പിണ്ണാക്ക് വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കട്ടെ. പിണ്ണാക്ക് വഴി കുഴപ്പമില്ല കേട്ടോ. അത് പിണ്ണാക്ക് വഴി കിടന്ന് ഇങ്ങനെ നടക്കാൻ സുഖമായിട്ട്. ഈ ചാക്ക് 50 കിലോൻ്റെയാണ്, പക്ഷെ നമുക്ക് കയറ്റേണ്ടത് ശരിക്കും 60 കിലോൻ്റെ ചാക്കാണ്. 60ൻ്റെ അല്ലേ? അല്ല, ഇത് 60ൻ്റെ ചാക്ക്, നമുക്ക് കയറ്റുന്നത് 50ൻ്റെ ചാക്ക് അല്ലേ? അടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് കയറ്റാനുള്ളത് 50ൻ്റെ ചാക്ക. ഇവിടെ നിന്ന് അല്ലാട്ട് ഇത് കയറ്റണം. ഇവിടുന്ന് തവിട് മാത്രമേ കയറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിണ്ണാക്ക് കയറ്റാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇതാണ് പിണ്ണാക്ക്. ഇത് എന്തിൻ്റെ പിണ്ണാക്ക് എന്നുള്ളത് മനസ്സിലാവുന്നില്ലോ. ഇതെന്ത് കായ അരച്ചതാന്നുള്ളത് ഇനിയിപ്പോൾ തമിഴിൽ എങ്ങനെയാണോ ചോദിക്കുക. എന്നെ കായ അരച്ചത് അല്ലേ? ചോദിച്ചു നോക്കാം. കടല പിണ്ണാക്കാ? ഗ്രീൻ പീസിന്റെ തൊലി പോലെയാണല്ലോ ഇരിക്കണേ. ഇത് എന്നെ പിണ്ണാക്കണ്ണ? പരുത്തി വെത. പരുത്തി വെത എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മുടെ അവിടെ കടല പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക് മാത്രമേ കണ്ടുള്ളൂ. ഇത് പരുത്തി വെത. അതാണ് ഈ സാധനമൊക്കെ അതിൻ്റെതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അയ്യോ ഇത് നെല്ല് തവിട് നമ്മുടെ അരി സാധനങ്ങളും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പൊടിയാണ്. ശ്വാസം മുട്ടി ചാവും ഗൈസ്. എൻ്റെ പൊന്നെ, ഇതെന്താണ് ഉപ്പ് ചാക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള? ഇത് എതുക്കാക? ഉപ്പ് മൂട്ട എതുക്കാക? മിക്സിങ്ങാ? ഓ കാലിത്തീറ്റ. அந்த மாதிரி காலிக்கு പൊരിഞ്ഞത് ഇതെല്ലാം കേട്ടാ തന്നെ തരും. ഇതിനാലെ കേട്ടെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ. അതുപോലെ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സംഭവം തന്നെയാണ് കേട്ടോ. അതായത് ഗ്രീൻ പീസിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവരെ കോടോണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് പൊടി കാരണം പുറത്തേക്ക് ഇറങ്ങി ഓടേണ്ട അവസ്ഥയാവും. ഞങ്ങളൊരു ചായ കുടിക്കാന്ന് വെച്ചാൽ ഇറങ്ങിയത്. അപ്പോൾ ചേട്ടന്മാരോട് ചായ എവിടെയോ കിട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുന്ന് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. അപ്പോൾ ഇവിടുന്ന് അവിടെ വരെ നടക്കണം. അപ്പോൾ അജീഷ് ഇവിടെ എവിടെ ഒരു കടയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നണില്ല അങ്ങനത്തെ സ്ഥലം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും നോക്കട്ടെ. ഇവിടെ അതുപോലെ തന്നെ നെല്ല് കയറ്റാനായിട്ട്, നെല്ലാണോന്ന് അറിയില്ല ഇരിക്കുന്ന സാധനം. എനിക്ക് തോന്നുന്നു നെല്ല് പോലെ കാണുന്നത്. നെല്ലാണോ അരിയാണോ കയറ്റാൻ വേണ്ടിയിട്ട് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി വന്നതിന് ശേഷം വന്ന വണ്ടി. അപ്പോൾ ഇവിടെ ഉള്ള കടയിൽ ചായ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. എന്തായാലും ചായക്കടയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആ കണ്ടത് ചായക്കടയെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ചായക്കടയില്ല. ഇതാണ് കേട്ടോ ശരിക്കും തമിഴ്നാട് സ്റ്റൈൽ വീട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുക തമിഴ്നാട് സ്റ്റൈൽ വീട്. കളറും അതേപോലെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റൈലും ഒക്കെ ഒരേപോലെ ആയിരിക്കും. അവിടെയുണ്ട്, അവിടെ വരണുള്ളതും ഇതേപോലെ തന്നെ നോക്കി ഒരേപോലെയാണ്. നോക്കട്ടെ നമ്മൾ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ജനലേട്ട ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാൻ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല, ആരുമില്ല ഗൈസ്. മറ്റാൾക്കാരെയും കാണാനില്ല. അവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനെ മാത്രമേ കാണാനുള്ളൂ. ആ ചേട്ടൻ എന്താണ് ചെയ്യണത് അവിടെ നോക്കട്ടെ. ആ ചേട്ടൻ അവിടെ എന്തോ ഒരു സാധനം. അയ്യേ, ആള് മൂത്രമൊഴിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. വിട്ടു പോവാ. ഇത്ര സ്വിമ്മിങ് ഉണ്ടായാലും പ്രശ്നമാണ്. നമുക്ക് നാഷണൽ പെർമിറ്റ് ലോറി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർമ്മ വരുന്ന പഴയ കാലം മുതൽ ഇങ്ങനത്തെ വണ്ടി കേട്ടോ. ഇങ്ങനത്തെ വണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പെർമിറ്റ് എന്ന് പറയണേ. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ വന്നപ്പോൾ എല്ലാ നാഷണൽ പെർമിറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാത്ത പരിവായിരുന്നു മാത്രം. ഇത് ലൈലൻ്റാന്ന് തോന്നുന്നു. ലൈലൻ്റാണോ ടാറ്റയാണോ? ഇവിടുത്തെ വണ്ടികളൊക്കെ ഒരുവിധം ഇങ്ങനത്തെ വണ്ടികൾ തന്നെയാണ് കേട്ടോ. ഇവരെ ഫ്രണ്ടിലത്തെ കട്ടയൊക്കെ ഉണ്ട്, ലൈൻ കട്ടയാണ്, ക്രോസ് ഒന്നുമില്ല. ഒരേ മൂന്ന് ലൈൻ ഇത്രേ ഉള്ളൂ കട്ടാന്ന് പറയുന്നത്. ഇത് പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഡീസൽ ടാങ്കൊക്കെ പ്ലാസ്റ്റിക്കാ. പുതുസ് വണ്ടിയാ? മലയാളിയാണോ? ഞാൻ ആദ്യം തമിഴ് വെട്ടാനെ പോകാം. 19. അല്ല, ഈ ഡീസൽ ടാങ്ക് പുതിയ വണ്ടിക്കാണല്ലോ ഇതുള്ളൂ. വണ്ടി ഓണറല്ല എന്നല്ലേ? ഇതെന്തുട്ടാ കയറ്റണ? പിണ്ണാക്കാണോ കയറ്റണേ? പലചരക്ക്. അങ്ങനെ പറഞ്ഞു. തൃശ്ശൂര് എന്നിട്ട് പറയാ പലചരക്ക്. മല്ലിമുളക്. അത് സെപ്പറേറ്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർ കൊടുക്കും. എങ്ങനെയാ ഇതിന്റെ പരിപാടിന്ന്? അല്ല, എന്തോ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. പലചരക്കിൻ്റെ ഗോഡൗൺ ആണ് കേട്ടോ. അതായത് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് മല്ലി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് അങ്ങനെ തന്നെ എടുക്കണവരുണ്ടാവില്ല, മുഴുവൻ മല്ലി. അതുപോലെ തന്നെ പല സാധനങ്ങളും അതേപോലത്തെ പരിപ്പാണെങ്കിലും ചിലപ്പോൾ
പായസപ്പരിപ്പ് അല്ലെങ്കിൽ മറ്റേ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡായിട്ട് എടുക്കണവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സാധനം മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോഡ് അങ്ങനെ തന്നെ വരും. എന്നിട്ട് ഇവർ ഈ ഗോഡൗണിൽ വെക്കും. എന്നിട്ട് ആവശ്യക്കാർക്ക് 10 ബാഗ് 20 ബാഗായിട്ട് കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് അങ്ങനെയായിട്ട്. ഇപ്പോൾ മല്ലി വേണ്ട ആൾക്കാർക്ക് 10 ചാക്ക് മല്ലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. അത് നമ്മളുടെ പോലത്തെ വലിയ വണ്ടിയിൽ 12 വീല് വണ്ടിയിലൊന്നും കയറ്റി വിടില്ലെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ അവർക്ക് കടയിൽ ഒരു കുറേ ഡെലിവറി ഉണ്ടാവും. 10 കടയിലൊക്കെ ചിലപ്പോൾ സപ്ലൈ ഉണ്ടാവും പല സാധനങ്ങളും. അപ്പോൾ അതിനകത്ത് കയറ്റുന്ന 5-8 സാധനങ്ങളാണ്. അപ്പോൾ ഈ 5-8 സാധനങ്ങൾ പല കടകളിലൊക്കെ ഇറക്കേണ്ട വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കടകൾ ബ്ലോക്ക് ആവും. അതുപോലെ ചെറുവണ്ടിയാണ് അവർക്ക് പറ്റുള്ളൂ. വലിയ വലിയ വണ്ടിയൊന്നും പോയില്ലാത്ത മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഇതിൻ്റെ കച്ചവടം. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ വലിയ സംഭവങ്ങൾ വന്നാൽ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് സപ്ലൈ. നമ്മുടെ അവിടെയൊക്കെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സബോളയുടെ പരിപാടി അങ്ങനെയാണ് കേട്ടോ. സബോള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് കയറ്റി ഒരു അട്ടി കയറ്റിയില്ലോ, ഇത്രയായി. അപ്പോൾ ഈ സബോള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു ലോഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അവിടെ ഗോഡൗൺ ഉണ്ട്, ഗോഡൗണിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് ആ ഗോഡൗണിൽ നിന്നാണ് നമ്മുടെ ചെറുവണ്ടിയിൽ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, പെറ്റി ഓട്ടോഷ, എയ്സ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ അവർ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ പരിപാടിയാണ്. ഇങ്ങനെ വലിയ ചിലവില്ലാത്ത സാധനങ്ങൾ, ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കണക്കിന് ചിലവില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് അങ്ങോട്ട് സപ്ലൈ ചെയ്യും. ഇപ്പോൾ നമ്മളുടെ ലോഡ് കയറ്റി തുടങ്ങി. ഇതാണ്, ഇത് വെയിറ്റ് ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് ഭയങ്കര ഹൈറ്റ് വരും സംഭവം. ഇത് തെന്നി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ എങ്ങനെ അട്ടി എങ്ങനെ ഇട്ടാലും ക്ലിയർ ആയിട്ട് ഇരിക്കാന്ന് രാജീഷേ, തള്ളിപ്പോകാത്ത രീതിയിൽ എങ്ങനെ അട്ടി ഇടണമെന്നുള്ളതൊക്കെ അറിയില്ലേ? ഇങ്ങനെ തന്നെയല്ലേ? വൈകുന്നേരം വഴിയിരുന്ന് എനിക്ക് ചാക്ക് പറക്കാൻ പറ്റില്ല കേട്ടോ. ഇത് എത്ര കിലോ ഉണ്ട് ഒരു ചാക്ക്? കെട്ടി തരൂ അല്ലേ അണ്ണാ? ഇത് ഒരു മൂട്ട എത്ര കിലോ? 45. അതായത് വഴി പോണ എനിക്ക് തൂക്കാൻ പറ്റുന്നതെന്ന് കേട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പ്ലാസ്റ്റിക് ചാക്ക കാരണം പറയാൻ പറ്റില്ല. നിരങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നോക്കട്ടെ. ഇതൊരു ചെരിവ് ഇട്ടുണ്ടല്ലേടാ. അത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് സാധാരണ ഗതിക്ക് ഇത് കണ്ടോ, അടിയിലത്തെ അട്ടി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പോണത് കൊണ്ട് ചെരിച്ചിങ്ങനെ ഇത് കണ്ടോ ഇട്ട് പോണത് കൊണ്ട് തള്ളാൻ ചാൻസ് കുറവാണ്. പിന്നെ അതേ ക്യാബിൻ്റെ ഹൈറ്റ് വരെ വരും. അത് തന്നെ ലാസ്റ്റ് ഹൈറ്റ്, അത് മേലെയില്ലേ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ 1 2 3 4 5 6 7 വരി പൊക്കം വെച്ചു കേട്ടോ ചാക്ക്. 45 കിലോൻ്റെ ചാക്ക്. ഇതൊക്കെ നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ ഇത് ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടുന്ന് കയറ്റി തരുമ്പോൾ 50 ഉണ്ട്. അവിടെ ഇറക്കിയവന് പറഞ്ഞാൽ കൂടുതൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ചാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും പോയി മേടിച്ചിട്ട്. അല്ലാണ്ട് തവിട് നിറച്ച് അവിടെ നിന്ന് നമ്മൾ കൊടുക്കുക. ആഴ്ച എണ്ണത്തിൽ തെറ്റണ്ട. എന്തായാലും സുഖമായിട്ട് ഒറ്റയ്ക്ക് താഴെ പിടിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ ആയതുകൊണ്ടേ മുകളിലിരിക്കുന്നൊക്കെ ഒറ്റയടിക്ക് ഓരോ ആൾക്കാർക്കും സ്വന്തമായിട്ട് എടുത്ത് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരാൾ പൊക്കി കൊടുക്കണം, എന്നിട്ട് വേണം തട്ടാനൊക്കെ ആയിട്ട്. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. ഓരോ അട്ടി താന്ന് വരുമ്പോൾ ഏറ്റവും അത്ര പൊക്കത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പോയേക്കാണ്. താഴത്തെത്തുമ്പോൾ മാത്രം കണ്ടോ 2 പേര് കൂടി പിടിച്ചാൽ മതി. അടിപൊളി. എന്തായാലും വേഗം ലോഡാവട്ടെ. ഇങ്ങനത്തെ ആകുമ്പോൾ പെട്ടെന്നാവും. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ലോഡാവും. ഈ ഉദ്ദേശിച്ച സമയമൊന്നും ആവില്ല. 6 മണിയൊന്നും ആവില്ല എന്ന് തോന്നുന്നു. 6 മണിയാവും. 4:45 കഴിഞ്ഞ സമയം. എന്തായാലും ലോഡാവട്ടെ. അങ്ങനെ 3 അട്ടി വെച്ചു കേട്ടോ. 3 അട്ടി വെച്ചു. നമ്മൾ എണ്ണ നോക്കണം. എണ്ണ നോക്കേണ്ട ആവശ്യമുണ്ട് അജീഷേ? എണ്ണ നമ്മൾ പിടിക്കണം. ഇപ്പൊ വേറെ ഈ സാധനം എന്തിട്ടപ്പോ ആണോ? സമീകൃത ആഹാരം. ഇതൊരു സമീകൃത ആഹാരം. ഇത് കാലിത്തീറ്റയാ അല്ലേ? കാലിത്തീറ്റ പോലത്തെ സാധനം. ഓഹോ, തെറ്റി കയറ്റിയതാന്നുണ്ട്. അതേ തിരിച്ചിറങ്ങണോ? അത് തെറ്റി കയറ്റിയതാ. അതെ കണ്ടോ? ഞാൻ നോക്കിയപ്പോളേ ഇതൊക്കെ തവിടാ ഫുള്ള്. അപ്പം ഇനിയിപ്പോൾ കയറ്റ സാധനം ഇനി പകുതി വേറെ ആണെങ്കിൽ പെട്ടുപോകും. 1770 രൂപ വില. ഇതാണ് വേറെ എന്ന് പറഞ്ഞത്. ഇത് വേറെ എന്തോ സാധനമാണ് കേട്ടോ. അത് ഇത് കണ്ടില്ലേ? ഇത് പച്ച. ഇത് എഴുതിയിട്ടുള്ള എന്താണെന്ന് നോക്കട്ടെ. അതും ഇതും വ്യത്യാസമുണ്ട്. ഇത് നീ പറഞ്ഞ പോലെ തന്നെ ഇതാടാ തരിതരിപ്പുള്ള സാധനം അല്ലേ? ഇതൊക്കെ എല്ലാം സെയിം തന്നെ, പക്ഷെ സാധനം മാത്രം വ്യത്യാസമുണ്ട്. ഇത് എന്താ പറയുക, നമ്മുടെ അങ്ങനെ മണി പോലത്തെ ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ ഇത് അവിടെ അല്ല. അപ്പം അതാണ് 3 ഡെലിവറി പറഞ്ഞത്. ഈ സാധനം വേറെ സ്ഥലത്ത്, അവിടെ വേറെ സ്ഥലത്ത്, പിണ്ണാക്ക് വേറെ സ്ഥലത്ത്. എല്ലാം കന്നുകാലികൾക്കുള്ള സാധനമാണ്. കന്നുകാലികളുടെ പോഷകം ഞങ്ങളങ്ങോട്ട് നിറയ്ക്കും. പാല് കൊണ്ട് കേരളം അങ്ങോട്ട് ഫുള്ളാക്കും. എല്ലാവരും നന്നായിട്ട് ചുരത്തണം പാല്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോഷകാഹാരം കഴിച്ചിട്ട് പാല് ചുരത്താണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടമുണ്ടാവില്ല. നമുക്ക് ഓട്ടമുണ്ടാവണമെങ്കിൽ പാല് ചുരത്തണമെങ്കിൽ നന്നായിട്ട് കഴിക്കണം. പശുക്കളെല്ലാവരും നന്നായിട്ട് കഴിച്ചോളാം.
നമ്മൾ ഈ ലോഡ് കയറ്റാൻ പോകുമ്പോൾ സാധാരണ ഗതിക്ക് ചോദിക്കണം കേട്ടോ. നമുക്ക് ആദ്യമായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൽ കയറ്റ് കാശുണ്ടോ, അതുപോലെ തന്നെ ഇറക്ക് കാശുണ്ടോ, പിന്നെ ഇവരുടെ കമ്മീഷൻ എത്ര, പിന്നെ എന്തൊക്കെയാണ് ചോദിക്കാറുള്ളത്, പിന്നെ അതുപോലെ അങ്ങനെ കുറേ കാശുകളുണ്ട്. കയറ്റ്, ഇറക്ക്, കമ്മീഷൻ, പിന്നെ അങ്ങനെ എന്നിട്ട് ഇതിൽ ചിലവുകൾ വരുന്ന സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ചോദിച്ചിട്ട് വേണം കേട്ടോ വാടക എടുക്കുക. അപ്പോൾ നമുക്ക് 1500 രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല ചിലവുകൾ പോകണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചോദിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പണി എപ്പോൾ പളിയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് പറഞ്ഞപ്പോൾ വാടക എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്തു വന്നപ്പോൾ അതിൽ നമുക്ക് ഇവിടെ പൈസ അടയ്ക്കണം. നമ്മൾ അവിടുത്തെ കയറ്റും ഇറക്കൊന്നുമില്ല, ഉള്ള പൈസ ഇവിടെ നമ്മൾ അടച്ചിട്ടാണ് അത് നമുക്ക് അവിടെ നിന്ന് തരുന്നത്. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് സംഭവം അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഇനി ബില്ലൊക്കെ നോക്കി മനസ്സിലാക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കയറ് ഓരോന്ന് വലിച്ച് കെട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ ചെല്ലുമ്പോൾ അഴിക്കാനുള്ളതാണെങ്കിൽ വീണ്ടും എന്തിനാ എത്ര ടൈറ്റ് ചെയ്ത് തള്ളി പോകാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ ടൈറ്റ് ചെയ്ത് കെട്ടണേ എന്നുള്ളത് അറിയില്ല. ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇത് ഇവിടെ ഒരു സംഭവം കിടക്കുന്നുണ്ട്. ഞാൻ കുറേ നേരമായി ആലോചിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത്. ഇത് എന്തോ കേടായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഇവിടുത്തെ മിഷനറിയുടെ ഉള്ളിലത്തെ എന്തോ ഒരു സംഭവമാണ്. പക്ഷെ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. പണ്ട സാധനമാണ്, കണ്ടോ. ഇത് പുകക്കുഴലിൻ്റെ വല്ല ഭാഗമാണോ? ഇത് പുകക്കുഴലിൻ്റെ അല്ല, നീ കണ്ടോ. ഇതിൽ ഇവിടെ നോക്കിയേ ഒരു പൽചക്രം. അപ്പോൾ അതുപോലെ ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയണില്ലേ. ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തോ മിഷനറിയാണ്. ഇതാണ് നമ്മുടെ കർഷകരിലേക്കൊക്കെ നമ്മൾ എന്താ പറയുക കൊണ്ടുപോകുന്ന ടയറിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിയ സൈസാണ് നമ്മുടെ പ്ലാപ്പൊക്കെ. ഇത് ചെറിയ പ്ലാപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഇങ്ങനെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ പ്ലാപ്പ് ഉണ്ടാക്കില്ലേ, അങ്ങനെ പ്ലാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സാധനം കട്ട് ചെയ്താൽ ഈ ബെൽറ്റ് കട്ട് ചെയ്താൽ ഏറ്റവും സൂപ്പർ പ്ലാപ്പാണ്. പിന്നെ ജീവിതത്തിലെ പ്ലാപ്പ് പോകുന്നു വിചാരിക്കണ്ട. പക്ഷെ നമുക്ക് പ്ലാപ്പിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് കുറച്ച് കട്ട് ചെയ്തിട്ട് പ്ലാപ്പാക്കായിരുന്നു. എല്ലാ പ്ലാപ്പും ഇട്ടില്ലേ ഓൾറെഡി. എന്താ ജിഷ പോറായോ? ലോഡ് കിട്ടി കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്ത് നിർത്താനായിരിക്കും. അങ്ങനെ ഒരു കൂറ്റൻ ലോഡുമായി നമ്മുടെ വണ്ടി കയറി വരികയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ലോഡ് സംഭവം വലിയ ടന്നേജ് ഒന്നുമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഹൈറ്റ് മുകളിലേക്ക് കണ്ടമാനം ഹൈറ്റായി. അതാണ് കുഴപ്പമില്ല. അവിടെ മുട്ടിയില്ല, ഇവിടെ മുട്ടിയില്ല, പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ. നാഷണൽ പെർമിറ്റ് കിടക്കണമായിരുന്നേ നമ്മുടെ വണ്ടി പോവില്ല. അപ്പോൾ അത് കാരണം ഇനി ഇതെടുത്ത് മാറ്റി തരാമെന്ന് പറഞ്ഞത്. വണ്ടിയുടെ ലോഡ് നോക്കിയേ, വണ്ടിയുടെ മുകളിൽ അങ്ങോട്ട് ലോഡ് കയറിയിട്ട് വേറെ എന്തൊരു പർവ്വതം പോലെയായി. വൈറ്റായി തന്നെ അത്ര അറിയണില്ല. എന്നാൽ കൂടിയും എന്താ പറയുക വലിയ ലോഡായി പോയി. മുകളിൽ ക്യാബിൻ്റെ മുകളിലൊക്കെ ഇത്ര ഹൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോയി. അജീഷ് പറയണേ ഇത്ര ഹൈറ്റ് വരുമെന്ന് വിചാരിച്ചില്ലാന്ന്. എനിക്കൊട്ട് അറിയുമില്ല. അതാണ് പ്രശ്നം ഉണ്ടായത്. കാരണം ആളുടെ വണ്ടി മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞത്. സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിററൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ വണ്ടി പോരും. പക്ഷെ ഇത് ലൈലൻഡാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കൺഫ്യൂഷൻ മാറി ഏത് വണ്ടിയാണെന്നുള്ളത്. ലൈലൻഡാണ്. അമ്മോ, വണ്ടി ലോഡ് കയറിയപ്പോൾ ഒരു ഭീകര ജീവിയുടെ പോലെ ആയിട്ടാ കാണുമ്പോൾ. എന്താ പറയുക, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അണ്ണാ എന്താ പക്കാം ഇന്ത വഴി? നല്ല വല്ല ചില ഇത്ര ലോഡ് ഹൈറ്റിൽ നിൽക്കണോണ്ടേ തൂക്കാൻ പോവാം. ഇനി വണ്ടി തൂക്ക സ്ഥലത്തേക്ക് പോട്ടെ കേട്ടാ. അണ്ണാ ഇത് എന്താ അണ്ണൻ്റെ ഫോൺ? അണ്ണൻ്റെ ഫോൺ തന്നെ ഇന്ന് ഞങ്ങൾക്ക് കിടച്ചേ, ഞങ്ങൾക്ക് കിടച്ചു അല്ലേ? ബസ് വരുന്ന വഴി കണ്ട, അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ലോഡായി പോകണ്ടല്ലോ. അത് തന്നെ ലോഡണ്ണ இந்த பக்கத்துல ലോഡ് തന്നെ ഉളുന്ത്. ஒரு வண்டி நிறைய உளுந்து. இங்க இந்த மாதிரி ஓட்டம் நிறைய இருக்குதுல்ல. നമ്മുടെ മുന്നിലൊരു വണ്ടിയുടെയും പോകണ്ട കേട്ടോ. ആ വണ്ടീനെ ഓട്ടോയ്ക്ക് ഇത് പോയില്ലെങ്കിൽ നമ്മുടെ വലിയ മുട്ടെന്ന് പറഞ്ഞ പോലെ കയറ്റത്ത്. ഇനിയിപ്പോ നമ്മള് ആദ്യം തൂക്കം നോക്കാനല്ലേ പോണേ?
എന്നിട്ട് തൂക്കം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വേറെ സ്ഥലത്തുനിന്ന് ഇത് കയറ്റാനായിട്ട് അല്ലേ? അതിവിടെ അടുത്ത് തന്നെയാണോ അണ്ണാ? ഇതിന്റെ പക്കത്തിൽ തന്നെ? അത് കുറെ 2 കിലോമീറ്റർ അല്ലേ? இந்த വേബ്രിഡ്ജ് ഒക്കെ 1 കിലോമീറ്റർ. പുളിയാ? പുളി കീഴെ വീഴുന്ന പുളി പറക്കിയിരുന്നതാ? ഇത് ഗവൺമെന്റോட പുളി. അത് നമുക്ക് അപ്പടി എടുക്ക മുടിയുമാ? നമ്മള് സ്വന്തമാക്കുന്നത് അല്ലേ? ഏതാ ഇതല്ലേ? തേനിക്കോവില്. അവൻ മാറ്റില്ല കേട്ടോ മോനെ, അവൻ ഇറക്കില്ല, രക്ഷയില്ല. ബൈക്കുകാരൻ മാക്സിമം ഒതുക്കിയാ പോണം, പിന്നെ അവനോട് വീണ്ടും ഒതുക്കാൻ പറഞ്ഞു ഞാൻ നടക്കുവോ? നമ്മുടെ വേ ബ്രിഡ്ജ് ഇവിടെയാണ് കേട്ടോ, ഈ ഓപ്പോസിറ്റ്. അപ്പൊ ഫുള്ള് അങ്ങോട്ട് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കയറണം അല്ലേ? അല്ലടാ, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന കാലി വെയിറ്റ് നമ്മൾ നോക്കിയില്ലല്ലോ. என்ன ரோடு என்ன பண்ணிட்டு இருக்குங்க? ரோடு சரி பண்றாங்க. முன்னாடி மேடு பள்ளமா இருந்துச்சு, ரோடு போடுறாங்க. നമ്മളവിടുന്ന് തൂക്കവും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി വേറെ സ്ഥലത്ത് നിന്ന് കയറ്റാളെന്ന് പറഞ്ഞാൽ അത് ചെറിയ വഴി കൂടിയാണ് കേട്ടോ വരുന്നത്. ചെറിയ വഴി ശരിക്കും പറഞ്ഞാൽ റബ്ബറൈസ്ഡ് റോഡായിരുന്നു. ആ റോഡ് ഇവർ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് എന്തോ മെഷീൻ വെച്ചിട്ട് ഫുള്ള് ചിപ്പ് ചെയ്തിട്ടേക്കുക. ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ടാറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അവിടെ എങ്ങനെ ഏതെങ്കിലും റോഡ് ചിപ്പ് ചെയ്തിട്ട് രണ്ടാമതും ടാർ ചെയ്യാനുണ്ടാവും. ഹൈറ്റ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ അങ്ങനെ ചെയ്യുന്നത്. ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത്. പക്ഷെ എത്ര പണി കൂടുതലാണെന്നറിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് വേറെ മില്ല എന്നാ ഇനി നമ്മൾ പോണത്? മില്ല് പക്കത്തിൽ തന്നെ. അപ്പൊ നമ്മൾ ഇതേ തൊട്ടടുത്തുള്ള മില്ലിലേക്ക് പോകും. ജിലേബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ പക്കത്തിലാണെങ്കിൽ. ഇവിടെ വന്നിട്ട് ജിലേബി കഴിക്കണ്ട അജീഷേ, ചായ കുടിച്ചിട്ടില്ല. ഗേറ്റ് തുറന്നിട്ടില്ലല്ലോ? ശരി, ഇത് അടുത്ത മില്ലിന്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടാ. ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ വേറെ വണ്ടി ലോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ പഞ്ഞിയാണല്ലോ, പഞ്ഞിയാണ് ഈ കിടക്കണത്. അതൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്തായാലും വണ്ടി തിരിക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമില്ല. പറമ്പ് നിറച്ചും മൈതാനം പോലെ കിടക്കുക. എന്തോ ഒരു സ്ഥലം വേണമെങ്കിലും ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടിട്ട് പോണത്. ഇനി ഇവിടുന്ന് 200 ചാക്ക് കയറ്റാണ്ടെന്ന് പറഞ്ഞു. ഈ 200 ചാക്ക് കയറ്റിയിട്ട് വണ്ടിയുടെ എവിടെ കൊള്ളിക്കാനാന്നുള്ളത് അറിയില്ല കേട്ടോ. അതിന് ബാക്കിലേക്ക് ഇതിനും ഹൈറ്റ് കൂടും ഇങ്ങനെയാണെങ്കിൽ. എൻ്റെ പൊന്നെ, നമ്മൾ ഓരോ ലോഡ് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത തന്നെ ഇങ്ങനത്തെ ലോഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഇതുകൾ അറിയില്ല. എത്ര ഹൈറ്റ് കൂടിയപ്പോഴാണ് ഡ്രൈവർ പറയണത് ഇത് ഭയങ്കര പ്രശ്നമാവും. സംഭവം പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ കയറ്റി പോകണ്ട. എന്നാൽ കൂടിയും എന്തായാലും കയറ്റട്ടെ. ഇനി ഇവിടുന്ന് 200 ചാക്ക് കയറ്റാന്ന് പറയുമ്പോഴേ സമയം കുറച്ചെടുക്കും. ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ ചേച്ചിയോട് ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കി കിട്ടുക ചെയ്യണേ കടയിൽ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഇനി ഉള്ളിലേക്ക് പോകും. വണ്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ചെന്നിട്ട് വണ്ടി മാറ്റിയിടണോ? ചവിട്ടണം അല്ലേ? ചവിട്ടിക്കോ ചെന്നിട്ട്. ലോഡേ ഹൈറ്റ് നന്നായിട്ട് കൂടുതൽ വരും. അപ്പോൾ അത് കാരണം ചവിട്ടി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ലോഡിൻ്റെ ഹൈറ്റ് മുകളിലേക്ക് എന്താ പറയുക പൊക്കം കുറയുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നീ എന്തായാലും ചെന്നാൽ അപ്പോൾ തന്നെ എല്ലാ ചാക്കുമ്പിലും ചവിട്ടിക്കുക. എനിക്ക് ചവിട്ടാൻ പറ്റില്ല എന്ന്. ചവിട്ട് കുഴപ്പമില്ലടാ, അത് ചെയ്യാൻ പറ്റിയ പണിയാണ്. ഞാൻ ചവിട്ടിക്കോളാം, ഒന്നും പേടിക്കണ്ട. ചാക്കുകൾ കാണിച്ചു തന്നാൽ മതി. ചവിട്ടൽ ഞാൻ ഏറ്റു. ചായ കുടിച്ചിട്ട് വേഗം പോകാം നമുക്ക് ചവിട്ടാൻ. ഇത് പഞ്ഞിയുടെ ഫാക്ടറി തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അവിടെയൊക്കെ നിറച്ചും പഞ്ഞി ചാക്ക് ഇടിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് മൊത്തം പഞ്ഞി ചാക്കാ. അപ്പോൾ പഞ്ഞിയുടെ പരിപാടിയും കൂടി ഉണ്ടെന്നുണ്ട്. അടിച്ചു വരാനുണ്ടോ? ഫുള്ള് പഞ്ഞി അടിച്ചു വാരി കളയണതാ. അപ്പോൾ ഈ ചേട്ടന്മാർ വീണ്ടും അട്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞേക്കണേ അജീഷ് വേഗം ചവിട്ടി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും പിണ്ണാക്ക് ഞാനിന്ന് ചവിട്ടി കൊടുക്കട്ടെ. പിണ്ണാക്ക് ചവിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയണേ. അണ്ണാ എങ്കിൽ ചവിട്ടണം? മേലെ കയറി വെറുതെ ചവിട്ടിയാൽ പോതുമോ? മേലെ വരുമ്പോൾ മട്ടും പോതും അല്ലേ? ശരി. അപ്പടി
മേലെ വരുമ്പോൾ എന്താ മതി ചവിട്ടി കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനും ചവിട്ടി കൊടുക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ കണ്ടപ്പോഴത്തെ പിണ്ണാക്ക് പഞ്ഞികൾ തരം തിരിച്ചേക്കണുണ്ട്. പല സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള പല ക്വാളിറ്റിയിലുള്ളത് ഇവിടെ അതിൻ്റെ പ്രോസസ്സിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് കണ്ടോ, വലിയൊരു പഞ്ഞിയുടെ പ്രോസസ്സിങ് എന്തോ ചാക്കിലേക്ക് ആക്കുക. ഇതിൽ കോരിയിടും, എന്നിട്ട് അവിടെ ചാക്കിലാക്കി, അത് പിണ്ണാക്ക ചാക്കിലാക്കി വരണേ അല്ലേ. ഇതെന്താ പഞ്ഞി ചാക്കിലാക്കണ എന്താ മെത്തേഡാന്ന് തോന്നുന്നുണ്ട്. പഞ്ഞി ഇങ്ങനെ വരികയെന്ന് തോന്നുന്നുണ്ട്. ലൂസാണോ വരിക എങ്ങനെയാണോ വരിക എന്നുള്ളത് അറിയില്ല. എന്തായാലും അതിൻ്റെ എന്താ പരിപാടിയാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. നമുക്ക് കയറ്റാനുള്ള ചാക്ക് ഇതേപോലെ തന്നെ പിണ്ണാക്ക് ഇത്ര എണ്ണം നമ്മുടെ വണ്ടിയിലേക്ക് ഇനി ബാലൻസ് കയറ്റാനുള്ളതാട്ടോ. എത്ര ചാക്കുണ്ടെന്ന് അറിയാം ഇനി കയറ്റാൻ. ഇത്ര ഹൈറ്റേ വരുള്ളൂ അല്ലേ, വളരെ കുറവായിപ്പോയി. എൻ്റെ പൊന്നി മറ്റീനേക്കാളും മുകളിൽ നിൽക്കണേടാ. ഇത് സൈഡിൽ നിന്ന് പിടുത്തുണ്ടാവില്ലേ? കെട്ടിക്കഴിഞ്ഞാണെങ്കിലല്ലോ ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതേ ഭയങ്കര ഹൈറ്റായി കയറ്റി വന്നപ്പോൾ. ഇനി ബാക്കിൽ നിന്ന് ഇനിയും ഹൈറ്റ് കൂടുക ചെയ്യാമെന്ന്. കുഴപ്പമില്ല, എന്തായാലും ടെന്നേജ് വലിയ കാര്യമായിട്ട് കൂടുതലില്ല. എന്നാലും ഹൈറ്റ് ഇങ്ങനെ കൂടി പോകുമ്പോഴേ നമ്മളീ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമുക്ക് നോക്കിയും കണ്ടു പോകണം. നമ്മുടെ ചെറുവഴിയൊക്കെ അല്ലാത്ത തന്നെ ലൈൻ കമ്പി ഒന്നും നോക്കണ്ട. അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി പോയില്ലെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് പോകും. തിരുവാതിരക്കളി കളിക്കണതല്ല കേട്ടോ അവനത് ചവിട്ടി ഒതുക്കണതാണ്. കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട് തിരുവാതിരക്കളിയാണോ എന്ന്. കണ്ട ഓരോ ഇതിടുമ്പോഴും അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചവിട്ടി 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 ശരിയാക്കണം. കുറേ നേരം ഞാൻ ചവിട്ടി ശരിയാക്കി. പിന്നെ അവന് കൈമാറി, കാരണം വെച്ചാൽ എനിക്ക് വയ്യാണ്ടായി കാല് ചവിട്ടി ചവിട്ടി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ സംഭവം ഒതുങ്ങില്ല, ചവിട്ടി ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ പലരും കമൻറ്റ് ചെയ്തായിരുന്നു നമുക്ക് മറ്റേ റീപ്പർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് കയറ്റാൻ, പൊക്കത്തിലുള്ള ലോഡ് കയറ്റാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ റീപ്പർ ഇല്ലാണ്ടിരിക്കാൻ നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ചാക്ക് പുറത്തേക്ക് വന്നങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഒഴുക്കി മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പം അതാണ്, റീപ്പർ ഇല്ലാത്തതാണ്. പക്ഷേ മുകളിലേക്ക് വീണ്ടും ഹൈറ്റ് കൂടും റീപ്പർ വെച്ചാൽ. ഇതാകുമ്പോൾ ഒരു നേരമെങ്കിൽ ഒരു നേരം കുറഞ്ഞ് കിട്ടും. റീപ്പർ ആകുമ്പോൾ ഹൈറ്റ് കൂടും എന്നാണ് പറഞ്ഞത് വീണ്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു കണക്കിന് റീപ്പർ ഇല്ലാത്തതെന്നല്ല. പല ഓട്ടങ്ങൾക്കും പല രീതിയിലായ കാരണം സ്ഥിരമായിട്ട് നമുക്ക് എങ്ങനത്തെ ഓട്ടങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയിലോ എന്ന് വിചാരിച്ചിട്ടാണ് റീപ്പർ. അപ്പോൾ ഇവനും പറയാൻ റീപ്പറിൻ്റെ ആവശ്യമില്ല, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വെക്കാമെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്തായാലും റീപ്പർ എന്നുള്ള പരിപാടി താൽക്കാലികമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം. പിന്നെ വരുമ്പോൾ നോക്കാമെന്നേ. ഈ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് ലക്ഷം ഹൈറ്റ് കൂടിയാലും തള്ളുണ്ട് അല്ലെങ്കിൽ തള്ളി പോകുന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും റീപ്പറില്ലാണ്ട് പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ കെട്ടിയാൽ തള്ളില്ല എന്നൊക്കെ പറയണു, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരുവിധമായി അടിയിൽ കെടുത്തിയായിരുന്നു. നിലവിൽ നമ്മളുടെ ലോഡ് ഫുള്ള് കയറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ ആകാശം മുട്ടി എന്ന് പറഞ്ഞ പോലത്തെ കേസായി. നോക്കിയേ, ഇതിപ്പോൾ ഇത്ര ലോഡായി. ഞാനൊന്നും വിചാരിച്ചില്ല ഇത്ര അധികം ലോഡാവും കേട്ടോ. ഇപ്പോൾ ഫുള്ള് കയറ്റി കഴിഞ്ഞു. സംഭവം ടെന്നേജ് വെച്ചിട്ട് അത്ര അധികം ഒന്നുമില്ല, വെറും 22 ടെണ്ണുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള എന്താ പറയുക, ഇതൊന്നും ഇല്ല നിലവിൽ, 10 ഒന്നും ഇല്ല. പക്ഷേ പറഞ്ഞിട്ട് ഇത്ര ഹൈറ്റിലായിപ്പോഴേ. പിന്നെ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ഇതിനകത്ത് നമ്മുടെ ഹുക്ക് വെക്കണമെന്ന് പറഞ്ഞു, പെട്ടിമ ഹുക്ക് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നിർബന്ധമായിട്ടും പറഞ്ഞ അണ്ണൻ ഇതേപോലെ തന്നെ ഇവിടെയും ഒരെണ്ണത്തിലൊരു 2 എണ്ണം അല്ലെങ്കിൽ മൊത്തത്തിലൊരു 5 എണ്ണമെങ്കിലും മൊത്തം ഹുക്ക് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കെട്ടാനായിട്ട് എളുപ്പമുണ്ടാവും. ഏത് കണ്ടില്ലേ, ബോഡിയുമേ നമ്മൾ ഇത് എന്താ പറയുക, ഈ സാധനം ചാരി വെച്ചിട്ട് ഏണി ചാരി വെച്ചിട്ടാണ് കേട്ടോ ലോഡ് കയറ്റുക. എന്തായാലും പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോകും. നോക്കിയിട്ട് കാര്യമില്ല, കണ്ട പെയിൻറ്റ് പോയി പുതിയ വണ്ടിയുടെ പെയിൻറ്റ് പോയി ഗൈസ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ലോഡ് കയറ്റാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇത് പായ ഇത് കെട്ടി മോളിൽ നിന്ന് ഇറക്കി ഒരു പണി കൂടി ഉണ്ട് കേട്ടോ. ഒരു തച്ച് പണിയുണ്ട്, അല്ലാണ്ട് പെട്ടെന്ന് തീരില്ല. കണ്ടില്ല, ഇനി മൊത്തം പായ വലിക്കുന്നു. പായ ഇനി മുകളിൽ ഇട്ട് കവർ ചെയ്ത് കെട്ടി വേണം പോകാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇനി വേറെ കെട്ടുവരില്ലേ അണ്ണാ? ഇവിടെ ഇനി വേറെ കെട്ടുവരുമാ? ഇங்கே പായ മട്ടുന്ന ഇത് വേറെ കെട്ടുവരുമാ? ഇത് മേലെ വേറെ കെട്ടുവരുമാ? അത് ഇതഴിക്കുമാ? ഇത് കണ്ടിന്യൂറ്റി അങ്ങോട്ട് കെട്ടിപ്പോകൂല്ലേ? ഞാൻ വിചാരിച്ചത് അഴിക്കാനുള്ള കെട്ടാവുന്നു. അഴിക്കില്ല അല്ലേ? ഇല്ല. ഇനിയിപ്പോൾ മുകളിൽ പായക്കടി ഇട്ടോണ്ടിരിക്കണം. മുകളിലേക്ക് കയറണത് ഇത് ഇവിടെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെയും സ്റ്റെപ്പ് വെച്ചില്ലെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സൈഡിൽ തന്നെ സ്റ്റെപ്പ് വെക്കണമെന്നില്ല. കുഴപ്പം എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കേസല്ല അണ്ണാ. இந்த மாதிரி ஹைட் லோடு கட்டும்போலே இங்கே இது மற்ற ரீப்பர் வேணுமா? ரீப்பர்னா இதுக்கு மேலே ஒரு ബോഡി കൂടി അളിച്ചിറ മോഡല്
தேவையில்லை അല്ലേ? அளவு ഇത് போதும்ல. എന്താ ജാസ്റ്റ് ഉയരുന്ന ഒരു റീപ്പർ കൂടി വെക്കണമെന്ന് ചൊല്ലിയിരിക്കേ ആൾക്കാർ, അതാണ് കേട്ടെ. പായ അങ്ങോട്ട് ഇട്ടു എൻ്റെ പന്നി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വലിയ ലോഡിൻ്റെ പുറത്ത് പായ ഇട്ടേക്കാണ് കേട്ടോ. എന്താണ് ഇനിയിപ്പോൾ പായ കെട്ടൽ പണിയുണ്ട് കേട്ടോ. പായ കെട്ടാനായിട്ട് ഒരു 3-4 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ലോഡ് കയറ്റിയ ആൾക്കാർ മൊത്തം പായ കെട്ടാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പൈസ എന്ന് പറഞ്ഞാൽ കെട്ടുകാശും കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പായ കെട്ടി കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ പായയുടെ അവിടെയൊക്കെ ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ക്ലിയർ ചെയ്ത് വെള്ളം വരാത്ത രീതിയിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. അജീഷ കയറ് കിട്ടണല്ലേ? ലോക്കായി പോയോ? പ്രശ്നമില്ലല്ലോ. അജീഷ് മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായ ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും കറക്റ്റാണ്. പക്ഷേ ഒരു സൈഡിൽ മാത്രം ചെറിയ ഗ്യാപ്പ് വന്നു. കാരണം ഇത്ര വലിയ ഹൈറ്റ് ലോഡ് കയറ്റുമ്പോൾ തന്നെ പായ 2 സൈഡിലേക്കും അറിയാൻ ആ സൈഡ് വരെ കുഴപ്പമില്ല, പിന്നെ ഈ സൈഡും കുഴപ്പമില്ല. ഇവിടെ കറക്റ്റ് ബോഡി ലെവലിനേക്കാളും കുറച്ച് താഴ്ത്തു വന്നിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ ബാക്കിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഇവിടെ അല്ല കുഴപ്പം, ഫ്രണ്ടിലും ബാക്കിലും അല്ല പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പില്ലേ, അപ്പോൾ ഒരടിക്ക് കുറവുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും 2 ചാക്ക് കൂടുതലാണ്. അപ്പോൾ ആ 2 ചാക്കിൻ്റെ ഈ ഗ്യാപ്പ് മാത്രം ഇവിടെ അടഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല മഴയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വേറൊരു പായക്കടി ഉണ്ട്, അപ്പം മുകളിൽ ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം. അതാണ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ഇവർ വലിച്ച് കെട്ടി സെറ്റാക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അത് കൂടാണ്ട് പുറത്തേക്കിടത് ഈ പായ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് കെട്ടുകൾ കെട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പായ കിട്ടുക പറഞ്ഞാൽ വലിയൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. ചെറു പണിയൊന്നുമല്ല പായ കെട്ടൽ. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് ഫിനിഷ് ചെയ്യട്ടെ. കുറേ നേരം ഇത് തുടങ്ങിയിട്ട്. ഈ സൈഡ് ഓക്കെ, ആ സൈഡാണ് ചെറിയ ഗ്യാപ്പുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. മഴ പെയ്യുകയാണെങ്കിലൊക്കെയാണ് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മഴക്കാർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിലേക്കുള്ള പായ നമ്മൾ കറക്റ്റ് കണ്ട. ഇവിടെ ബാക്ക് എത്തിയപ്പോഴേ ഒരു 2 അട്ടി അങ്ങോട്ട് കയറ്റിയ ഒരു കൂടുതൽ, അത് എൻ്റെ വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയായി. കുഴപ്പമില്ല. നമുക്ക് അതേപോലെ ഈ സൈഡിലൊക്കെ നമ്മുടെ കറക്റ്റ് അളവാണ് കേട്ടോ. പായൊക്കെ അടിപൊളിയായിട്ട് കെട്ടാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പറഞ്ഞില്ലേ ഇവിടെ ബുദ്ധിമുട്ടാവും സംഭവം ഒന്നും, പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത് കട്ട് ചെയ്തപ്പോൾ ക്ലീനായി. ആ പായയുടെ അളവും കട്ടിങ്ങിൻ്റെ അളവും ഒക്കെ കറക്റ്റായി. ആകെ ഒരു പ്രശ്നം ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ മുകളിലും ചെറുതായിട്ട് അത് കൂട്ടിമുട്ടണം, അല്ലാണ്ട് ഇതും കൊണ്ടൊരു തടസ്സമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇതേപോലത്തെ ഇനി വേറെ വല്ല വണ്ടിയൊക്കെ വയ്ക്കണമെങ്കിൽ ധൈര്യമായിട്ട് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് കറക്റ്റ് ചെയ്ത് ആ കട്ടിങ്സുകളൊന്നും കറക്റ്റ് ചെയ്യണം. ഈ ഒരു ഷേപ്പിൽ നിന്നും ചെറുതായിട്ട് ഷേപ്പൊക്കെ തന്നെ കട്ടിങ് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുക, അത്ര ചെയ്യാറുള്ളൂ. ഇത് വേറെ വല്ല വണ്ടിക്ക് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, വെക്കുന്നുണ്ട്. ഭംഗിയാണ് ഭയങ്കര. ആൾക്കാർ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് എന്താ പറയുക നോക്കാന്ന് പറയില്ല, വണ്ടിമേലേക്ക് എന്തോ ഒരു പുതുമയുള്ള പോലെ ആൾക്കാർക്ക് വണ്ടിമേലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം കാണുമ്പോൾ നമുക്കതിലൊരു സന്തോഷം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സാധനം ചെയ്തോട്ടെ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിലവിൽ ആ മുട്ടണതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നു, അല്ലാണ്ട് അതുകൊണ്ട് ഒരു ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. ഭംഗി ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ പായതേ മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫുൾ പരിപാടികൾ കഴിഞ്ഞു. അവിടെ നല്ല തല്ലുകൂട്ട്, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പായക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇന്ന് നമ്മുടെ ഇവിടേക്ക് പോവുകയാണ് കേട്ടോ. കൊട്ടാരക്കരയ്ക്കാണ് ഫസ്റ്റ് ഡെലിവറി. അപ്പോൾ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ യാത്രാ വീഡിയോകൾ അടിപൊളിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എത്ര എന്താ പറയുക റിസ്ക് എടുത്തിട്ടായാലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.